അപ്പൊ നോക്കിക്കോ, എ സി ജനറേറ്ററിന്റെയും ഡി സി ജനറേറ്ററിന്റെയും സിമിലാരിറ്റിയും ഡിഫറൻസും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ. അതിൽ ഡിഫറൻസ് നമുക്കറിയാം, ഒന്നിൽ എ സി ഉണ്ടാവുക, മറ്റൊരു ഡി സി ഉണ്ടാവുക. പിന്നെ സ്ലിപ്പ് റിങ്ങും സ്പ്ലിറ്റ് റിങ്ങും അല്ലെ, ഒന്ന് ഫുൾ റിംഗ് ആണ്, ഒന്ന് ഹാഫ് റിംഗ് ആണ്. അതിന്റെ സിമിലാരിറ്റി പഠിച്ചപ്പോ, രണ്ടിന്റെയും സാമ്യതകൾ പഠിച്ചപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഞാൻ നോട്ട് ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? അതിന്റെ ഭാഗങ്ങളൊക്കെയാണ്, ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ആർമേച്ചർ ഉണ്ട്, ബ്രഷ് രണ്ടിലും ഉണ്ട് എന്ന് പഠിച്ചു. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞിരുന്നു, രണ്ടിനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു സിമിലാരിറ്റി എന്ന് പറയുന്നത് എന്താ? ആ പറയും, ഒരാൾ പറയും. ഇനി ചോദിക്കേണ്ടി വരും, ഓരോരുത്തർ ചോദിക്കേണ്ടി വരും. അതൊന്നും സമയമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ്. രണ്ടിന്റെയും ആർമേച്ചർ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF ഈ കറണ്ട് എ സി ആണ്. ഓർമ്മണ്ടോ? എ സി ജനറേറ്റർ ആയിക്കോട്ടെ, ഡി സി ജനറേറ്റർ ആയിക്കോട്ടെ, രണ്ടിലേക്കും കിട്ടുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നാൽ കിട്ടുന്ന EMF കറണ്ട് എന്ന് പറയുന്നത് എ സി ആണ്. ഡി സി ജനറേറ്ററിൽ ആ എ സിയെ എന്താക്കി മാറ്റുന്നു? ഡി സി ആക്കി മാറ്റുകയാണ് ചെയ്യുക. ഓർമ്മയുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന എ സി എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ കറക്റ്റ്? നോക്കോ, ഇങ്ങനെയല്ലേ കറക്റ്റ്? എ സി എന്ന് പറയുന്നത് ഇതാണ് എ സിയുടെ ഗ്രാഫ്. ഇവിടെ EMF ആണ്, ഇവിടെ EMF, ഇവിടെ ടൈമാണ്. നോക്കോ, ഇനി വളരെ പ്രധാനപ്പെട്ട ഈ എ സി ജനറേറ്ററിന്റെയും ഡി സി ജനറേറ്ററിന്റെയും ഇടയിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കില് എ സി ജനറേറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ഡി സി ജനറേറ്ററിലേക്ക് പോയി കാണാം. അപ്പൊ ഈ രണ്ടിന്റെയും ഇടയിൽ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് സെന്റൻസ് ആക്കി വരുന്നുണ്ട്, കുറച്ച് ഗ്രാഫൊക്കെ വന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങളുണ്ട്. നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ എങ്ങനെ വായിച്ചു നോക്കിയെന്ന് അറിയുകയില്ല. അവിടെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി ഇവിടെ നോക്കുക, കുറച്ച് കൺഫ്യൂഷനുള്ള ഏരിയയാണ്. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം, ഞാനത് 3-4 വട്ടം റിപ്പീറ്റ് ചെയ്ത് പറയും. ശ്രദ്ധിച്ച് കേൾക്കുക. ഈ കറണ്ട് എന്ന് പറഞ്ഞാൽ നോയിക്കോ, ഇവിടെ കറണ്ട് ഉണ്ടോ? ഇല്ല, 0 കറണ്ട്. അവിടെ കറണ്ട് ഇല്ല. എന്നാൽ ഇവിടെയോ മാക്സിമം ആണ് കറണ്ട്, മാക്സിമം കറണ്ടാണ്, കറണ്ട് മാക്സിമം. ഇവിടെയോ കറണ്ട് ഉണ്ടോ? ഇല്ല, 0 കറണ്ട് ഇല്ല. ഇവിടെയോ മാക്സിമം കറണ്ടാണ്, ഇവിടെയോ 0. അപ്പൊ എ സിയുടെ ഒരു സൈക്കിളാണ്. അഥവാ ആർമേച്ചർ, ഞാനാണ് ആർമേച്ചർ എങ്കിൽ ആർമേച്ചർ ഒരിട്ടം തിരിഞ്ഞോ, രണ്ടാമത് കുറച്ച് പകുതി തിരിഞ്ഞോ, മുക്കാൽ ഭാഗം തിരിഞ്ഞോ, ഫുള്ള് തിരിഞ്ഞോ. ആർമേച്ചറിന്റെ ഒരു റൊട്ടേഷൻ, ആർമേച്ചർ ഒരിട്ടം കറങ്ങി വരുമ്പോ ആർമേച്ചറിലേക്ക് കിട്ടുന്ന കറണ്ടിന്റെ ഗ്രാഫാണിത്, എ സിയുടെ ഗ്രാഫാണിത്. ഒരു വട്ടം തിരിയുമ്പോ ഒരു സൈക്കിളാണ് കിട്ടുക. മനസ്സിലാവണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കറണ്ടിന്റെ പ്രത്യേകത നോക്കൂ. ഇവിടെ കറണ്ട് ഇല്ല, ഇവിടെ ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല. ഇവിടെ നോക്കൂ, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ട്, ഇല്ല. അപ്പൊ എ സി എന്ന് പറഞ്ഞാല് ശരിയാവും, ശരിയാവും കേട്ടോ. എ സി എന്ന് പറഞ്ഞാല് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. നോക്കൂ, ഇവിടെ ഇല്ല, പിന്നെ ഉണ്ട്, പിന്നെ ഇല്ല, ഉണ്ട്, ഇല്ല. അങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ടാണ് എ സി. അപ്പൊ ആർമേച്ചർ കറങ്ങുമ്പോ എല്ലാ സമയത്തും കറണ്ട് കിട്ടുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ആർമേച്ചറിന്റെ ഒരു ഭ്രമണം പൂർത്തിയാകുമ്പോ ഇങ്ങനെ സൈക്കിൾ കിട്ടുന്നുണ്ട്. പക്ഷെ ആർമേച്ചർ കറങ്ങുന്ന ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമയത്തും ആർമേച്ചറിലേക്ക് കറണ്ട് കിട്ടുന്നില്ല. കാരണം ഇവിടെ 0, ഇവിടെ കറണ്ട് ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം അല്ലേ? ഇവിടെ 0ആണ്, അവിടെ കറണ്ട് ഇല്ല എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ ആർമേച്ചർ കറങ്ങുന്ന സമയത്ത് എല്ലാ സമയത്തും എന്ത് കിട്ടുന്നില്ല? കറണ്ട് കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചു, പിന്നെ എപ്പോഴാ കിട്ടാതൊക്കെ ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കൂല, ഞാൻ തന്നെ ചോദിക്കുന്നു. എപ്പോഴാ കിട്ടുക എന്ന് പഠിക്കണ്ടേ? എപ്പോഴാ കിട്ടാതെ പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ആർമേച്ചറിലേക്ക് കിട്ടുന്ന കറണ്ട് എ സി ആണെങ്കിൽ എ സിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാ അത് വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ചില സമയത്ത് കറണ്ട് കിട്ടും, ചില സമയത്ത് കറണ്ട് കിട്ടൂല. ഇപ്പൊ ചില ആൾക്കാരെ മനസ്സിലെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് എ സി ആണെന്ന് നമുക്കറിയാലോ. അത് ബൾബിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബൾബിലേക്ക് ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ട് വന്നാൽ ബൾബിനെ മിന്നി കത്തണ്ടേ? എവിടെ അല്ലേ? ഞാനത് പറയുമ്പോ അതങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കാണ്. അതിന്റെ ഉത്തരം വ്യക്തമായിട്ട് ഇതിന്റെ അവസാനം നമ്മൾ പറയും.
എന്തുകൊണ്ടാണ് മിന്നി മിന്നി കത്താത്തത്? ശരിക്കും വരുന്ന കറണ്ട് AC തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ AC കിട്ടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. റെഡിയാണോ? ആർമേച്ചറിലേക്ക് എങ്ങനെയാണ് ഈ ഇങ്ങനത്തെ കറണ്ട് കിട്ടുന്നത് അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. കേട്ടിരുന്നോളൂ. ഇതാണ് N, ഇതാണ് S. രണ്ട് കാന്തിക ധ്രുവങ്ങള് മാഗ്നറ്റിക് പോൾസ് വെച്ചിട്ടുണ്ട്. ആ മാഗ്നറ്റിക് പോൾസ് നടുവിലാണ് എന്ത് കൊണ്ടുവരിക? ആർമേച്ചർ കൊണ്ടുവരിക. ആർമേച്ചർ കൊണ്ടുവച്ചു. ഈ ആർമേച്ചറിനെ കൊണ്ടുവച്ചിട്ട് ആർമേച്ചറിന്റെ നടുവ് കടന്ന് തിരിയുമ്പോഴല്ലേ, ഇങ്ങനെ കടന്ന് തിരിയുമ്പോഴല്ലേ കറണ്ട് കിട്ടുക അല്ലേ? അപ്പൊ ഈ ആർമേച്ചർ A, B, C, D എന്ന് തിരിച്ചു. A, B, C എന്ന് പറഞ്ഞ വശങ്ങളാക്കി തിരിച്ചു. ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ? ഒരു ചതുരാകൃതിയിൽ ഒരു കട്ട, നടുവിലൊക്കെ ഹോളായിട്ടുള്ള പവർ സപ്ലൈ ബോർഡ് AC ടു DC ആക്കൂലേ, അത് LED മാത്രമാണ്. LED-ലാണ് മാത്രം DC ആക്കൂല. AC തന്നെ വർക്ക് ചെയ്യുന്നതാണ് ബാക്കി ഉപകരണങ്ങളൊക്കെ. LED DC-ലാണ് വർക്ക് ചെയ്യുക. അത് LED-യിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പവർ സപ്ലൈ ബോർഡ് AC DC ആക്കി മാറ്റുന്നത്. ഓക്കെ, ബാക്കിയുള്ള സാധാരണ ബൾബുകൾക്ക് നേരിട്ട് AC തന്നെയാണ് കൊടുക്കുക. അത് LED-ക്ക് DC-യിൽ വർക്ക് ചെയ്യുന്നത് മാത്രമാണ്. ഓക്കെ, ഇവിടെ ഈ ആർമേച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക. ആർമേച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചതുരാകൃതിയിൽ ഒരു കട്ട, ഒരു പച്ചിരുമ്പ് കോറ്, ആൻകോറില്ല, സോഫ്റ്റ് ആൻകോറ്, അതിന്റെ ചതുരാകൃതിയിൽ ഒരു കട്ടയാണെന്ന് വെച്ചോ. നടുവിലൊക്കെ ഹോളൊക്കെ അല്ലേ, ഒരു ഇരുമ്പിന്റെ ഒരു കഷ്ണമാണ് ആർമേച്ചർ. അങ്ങനെയാണ് സങ്കല്പിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? അതിന് 4 ABCയുടെ 4 വശങ്ങൾ എന്ത് മനസ്സിലാക്കി വെക്കുക. അപ്പൊ തൽക്കാലം ഇതാ ഈ നോട്ട്ബുക്ക് ഒരു ആർമേച്ചറാണ് സങ്കല്പിക്കുക. ഈ നോട്ട്ബുക്ക്, ഈ സ്പൈഡർമാന്റെ ചിത്രം കണ്ടെങ്കില് കണ്ട, ആ സ്പൈഡർമാന്റെ ചിത്രത്തിൽ നടുവിൽ ഹോളാണ്, അവിടെ ഒന്നുമില്ല, ഒരു ഹോളാണ് സങ്കല്പിക്കുക, ഗ്യാപ്പാണ്. ഇതാണ് ഈ ബുക്ക് തുറക്കൂലേ, ഈ തുറക്കുന്ന ഭാഗല്ലേ, ഇതാണ് AB എന്ന് പറയുന്ന വശം. ശ്രദ്ധിക്കണം, മനസ്സിലാക്കണേ. AB എന്ന് പറയുന്ന വശം. ഇതെന്താണ്? അപ്പുറ ഭാഗം, ബാക്കില് തുറക്കാത്ത ഭാഗം, അതാണ് CD എന്ന് പറയുന്ന വശം. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇത് AB, ഇത് CD. ഓക്കെ, ഇപ്പോ ആർമേച്ചർ നിൽക്കുന്നത് കറണ്ടിന് മുമ്പ് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ നോക്കണേ, ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് നിൽക്കുന്നത്. വരക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് 3 ഡയമെൻഷനല്ല, 2 ഡയമെൻഷനൽ ബോർഡല്ലേ, നമുക്ക് ഇങ്ങോട്ട് വരക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇങ്ങനെ വരക്കാൻ പറ്റുന്ന 3 ഡയമെൻഷൻ ചിത്രം വരക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. ഇതിനെ കൊണ്ട് കഴിയില്ല. ഇങ്ങനെ നിൽക്കുന്ന തോന്നുന്ന പറ്റുന്ന ചിത്രം വരക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഈ പറയാൻ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെ വെക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നെ കൊണ്ട് വയ്ക്കൂല. അവിടെ എന്തെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചിട്ടാണ് ഇങ്ങനെയാണ് സങ്കല്പിക്കുക. ഓക്കെ, ഇങ്ങനെയാണ് നിൽക്കുന്നത് സങ്കല്പിക്കുക. പലതും തിരിയുടെ സേന വരങ്ങൊക്കെ. അപ്പൊ ആർമേച്ചർ നിൽക്കുന്നത് അങ്ങനെയാണ്, ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, കറണ്ടിന് മുമ്പ് ഇങ്ങനെയാണ്. AB എന്ന് പറയുന്ന വശം ഇവിടെയാണ്. ഇനി നോക്കിക്കോളൂ, ഇങ്ങനെയാണെങ്കിൽ N-ൽ നിന്ന് S-ലേക്ക് ഇങ്ങനെ കാന്തിക മണ്ഡലത്തിലേക്ക് പോകുന്നത് അല്ലെ. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന്റെ ഡയറക്ഷൻ എപ്പോഴും N-ൽ നിന്ന് S-ലോട്ടാണ്. അപ്പൊ നോക്കിക്കോ, N ഈ 4 പേരിലാണ് കാന്തിക ബലരേഖകൾ. ഈ 4 പേര് ഇത് ഓക്കെ, ഇതാണ് ആർമേച്ചർ. ഇതാണ് ആർമേച്ചറിന്റെ സൈഡ് AB എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഓക്കെ, ഇപ്പോ ആർമേച്ചറിന്റെ ഈ വശങ്ങൾ, ഈ സൈഡുകളും ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, ഈ ഫ്ലക്സ് ലൈൻസ് തമ്മിൽ പാരലൽ അല്ലേ? അല്ലേ? അഥവാ ഇതിന്റെ ഉള്ളിലൂടെ അല്ലേ? ഈ ഇതിപ്പോ നമ്മൾ ഗ്യാപ്പാണെന്ന് പറഞ്ഞു, അതിന്റെ ഉള്ളിലൂടെ അല്ലേ ഫ്ലക്സ് ലൈൻസ് പോവാ അല്ലേ? അപ്പൊ അവിടെ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവോ? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവോ? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാണെങ്കിൽ അതിനെ കട്ട് ചെയ്യണ്ടേ, തടുത്ത് നിർത്തണ്ടേ? ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാണെങ്കിൽ തടുത്ത് നിർത്തണ്ടേ? ഇതതിന്റെ ഉള്ളിലൂടെ പോകുന്നു എന്ന രീതിയിൽ സങ്കല്പിക്കുക. ഓക്കെ, അഥവാ ഈ ABCD ഈ സൈഡുകള് ഈ ഫ്ലക്സ് ലൈൻസിന് പാരലൽ ആണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കി, സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പാരലൽ ആണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ പാരലൽ ആയ എന്തിന് ചേഞ്ച് ഉണ്ടാവില്ല? ഈ ഫ്ലക്സിനെ ഈ ഒരു ആർമേച്ചർ കട്ട് ചെയ്യൂല. അങ്ങനെ കട്ട് ചെയ്തില്ലെങ്കിൽ കറണ്ട് കിട്ടുമോ? 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 ഇല്ല, ഇതാ കിട്ടൂല. കേട്ടോ, ഇവിടെ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയാണ് നിൽക്കുന്നത്, കിട്ടൂല. ഓക്കെ, ആർമേച്ചർ നിൽക്കാം. ഇനി ആർമേച്ചർ ഇങ്ങനെ നിൽക്കുന്ന ആർമേച്ചർ 90 ഡിഗ്രി തിരിഞ്ഞു.
ഞാൻ തിരിഞ്ഞുള്ള 90 ഡിഗ്രി തിരിഞ്ഞു. അഥവാ ഈ ആർമേച്ചർ 90 ഡിഗ്രി തിരിഞ്ഞു. ഇങ്ങനെ തിരിഞ്ഞു. അഥവാ ഈ എ ബി എന്ന് പറയുന്ന വശം താഴോട്ടും സി ഡി എന്ന് പറയുന്ന വശം മുകളിലോട്ടും തിരിഞ്ഞു. ഓക്കെ, അഥവാ 90 ഡിഗ്രി തിരിയുമ്പോ ഇപ്പൊ എന്തായി? ഈ ഫ്ലെക്സ് ലൈൻസും ഈ എ ബി വശവും തമ്മിൽ പെർപെൻഡിക്കുലർ ആയില്ലേ? അങ്ങനെ പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഫ്ലെക്സിന് ചേഞ്ച് വരൂലേ? കാരണം ഇവിടെ നടന്നു നിർത്തി. ചെക്കുണ്ടോ? നല്ലോണ്ട് എല്ലാവർക്കും ചെക്കുണ്ടോ? അക്ഷരം നോക്കി ഒന്ന് ഇറങ്ങി കയറിയോ കേട്ടോ? ശരിയോ? നോക്കൂ, ദാ ഇവിടെ ഇങ്ങനെ സ്റ്റെക്ക് എന്താ പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഈ ഫ്ലെക്സ് ലൈൻസും ഈ ആർമേച്ചറിന്റെ സൈഡുകളും തമ്മിൽ പെർപെൻഡിക്കുലർ ആയ അവിടെ ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവൂലേ? അപ്പോ EMF കിട്ടൂലേ? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടെങ്കിൽ EMF കിട്ടൂലേ? കുറെ അങ്ങനെ അന്തം മുട്ടിരിക്കുക. എന്തൊക്കെ ഫ്ലെക്സ്, എന്തൊക്കെ ചേഞ്ച് ആണ് കുത്തിരിക്കുക. പൈമ പൊനാരമാണ് ഒന്ന് കേക്ക് ഇത് തലാട്ടി കൊണ്ടാ. ഓക്കെ, അപ്പൊ ഇവിടെ 90 ഡിഗ്രി തിരിഞ്ഞു. അവിടെ കണ്ടോ മാക്സിമം EMF 90 ഡിഗ്രി തിരിഞ്ഞു. ആർമേച്ചർ ഇങ്ങനെ നിന്നീന ആർമേച്ചർ ഇങ്ങനെയായി. ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് തിരിയുന്ന മുമ്പ്. അപ്പോ സൈഡുകൾ പാരലലാണ്. 90 ഡിഗ്രി തിരിഞ്ഞു. അപ്പൊ സൈഡ് എന്തായി? പെർപെൻഡിക്കുലർ ആയി. ആർമേച്ചറിന്റെ ഫ്ലെക്സ് ഈ മാഗ്നറ്റിക് ഫ്ലെക്സ് ലൈൻസിൽ പെർപെൻഡിക്കുലർ ആയി. അപ്പൊ ചേഞ്ച് വന്നു. അടുത്ത ഡിഗ്രി തിരിഞ്ഞു. നോക്കൂ, അടുത്ത ഡിഗ്രി തിരിഞ്ഞു. ഇപ്പൊ എന്തായി? വീണ്ടും പാരലലായില്ലേ? ഉള്ളിലൂടെ പോയില്ലേ? ചേഞ്ച് വരുമോ? 180 ഡിഗ്രി തിരിഞ്ഞു. ചേഞ്ച് വരുമോ? സാർ ഇപ്പൊ പിടിച്ചിരിക്കണത് പെർപെൻഡിക്കുലർ അല്ലേ? സാറേ ഇങ്ങനെ പിടിച്ചപ്പോ പെർപെൻഡിക്കുലർ അല്ലേ വരിക? അതാ ഞാൻ പറഞ്ഞത്, കൺഫ്യൂഷൻ വരുന്ന ഉറപ്പാണെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പിടിച്ചാല് ഇത് പ്ലെയിൻ ആണ്. പ്ലെയിന് ഇത് ഇവ നിൽക്കുന്നത് സ്പൈഡർമാൻ നിൽക്കുന്ന ഭാഗം പ്ലെയിൻ ആണെന്ന് പറയും. ഇതാണ് വശങ്ങൾ. എ ബി എന്ന വശം ഇതാണ്. ഈ തുറക്കുന്ന ഈ ഭാഗത്താണ് വശം, സൈഡുകൾ. ഇങ്ങനെ പിടിച്ചാൽ എന്തിന് പെർപെൻഡിക്കുലർ ആണ്? പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ ആണ്, സമ്മതിച്ചു. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ സൈഡിന് എന്താണ്? പാരലൽ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഇതിന്റെ കൂടെ ഹോൾ ഉണ്ട് സങ്കല്പിക്കുക. ഇതിനുള്ള ഹോൾ ഉണ്ട്. അപ്പൊ ആ ഹോളിൽ കൂടെ ഇങ്ങനെ ലൈൻസ് പോണ പോലെ സങ്കല്പിക്കുക. അപ്പൊ അവിടെ കട്ട് ചെയ്യൂല. പെർപെൻഡിക്കുലർ അല്ല, അവിടെ കട്ട് ചെയ്യൂല. അതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കിയേണ്ടത്. അത് കൺഫ്യൂഷൻ വരുന്ന ഉറപ്പാണെങ്കിൽ. അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് ഹോൾ ഉണ്ട് സങ്കല്പിക്കുക ഞാൻ പറഞ്ഞേ. റെഡി? അപ്പൊ ഇപ്പൊ ഇവിടേക്ക് എത്തി. ഇപ്പൊ വീണ്ടും എന്തായി? സൈഡുകൾ പാരലലായില്ലേ? സൈഡ് പാരലലായില്ലേ? അപ്പൊ അവിടെ കറണ്ട് കിട്ടുമോ? ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാവുമോ? പാരലലായാലില്ല. അവിടെ കണ്ടോ, അവിടെ 0 ആയി. എത്ര ഡിഗ്രി തിരിഞ്ഞപ്പോ? 180 ഡിഗ്രി തിരിഞ്ഞപ്പോ. റെഡി? ഇപ്പൊ സി ഡി ആണ് ഈ ഭാഗത്ത് കേട്ടോ. സി ഡി ആണ് ഈ ഭാഗം വന്ന് നിൽക്കുന്നത്. ഇനി കണ്ടോ, സി ഡി താഴോട്ടും എ ബി മുകൾക്കുമാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? എ ബി താഴോട്ടും സി ഡി മുകൾക്കല്ലായിരുന്നോ? ഇനി തിരിഞ്ഞ് നോക്ക്, സി ഡി താഴോട്ട് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, അപ്പൊ വീണ്ടും ഇങ്ങനെയായി. അപ്പൊ കിട്ടൂലേ? കിട്ടും. ഫ്ലെക്സിന് ചേഞ്ച് വരും. ഫ്ലെക്സിന് ചേഞ്ച് വരുമ്പോ പ്രത്യേകത, ആർമേച്ചറിന്റെ റൊട്ടേഷൻ മാറിയിരിക്കും. മൂവ്മെന്റ് മാറി. ആർമേച്ചറിന്റെ മൂവ്മെന്റ് മാറിയില്ലേ? ഇങ്ങനെ കറങ്ങിയ ആള് ഇങ്ങനെ തിരിഞ്ഞില്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഡയറക്ഷൻ ഓഫ് കറന്റ് മാറൂലേ? ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഓർമ്മയില്ലേ? കറന്റിന്റെ ഡയറക്ഷന്റെ മോഷൻ മാറിക്കഴിഞ്ഞാൽ, മൂവ്മെന്റ് മാറ്റിയാൽ, ആർമേച്ചറിന്റെ റൊട്ടേഷൻ മാറ്റിക്കഴിഞ്ഞാൽ കറന്റിന്റെ ഡയറക്ഷനും മാറും. അപ്പോ എ ബി ഇങ്ങനെ സി ഡി ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ എന്തായി? പെർപെൻഡിക്കുലർ ആയി. ആരൊക്കെ തമ്മില്? സൈഡ്സ് ഓഫ് എന്താ? എ ബി സി ഡി സൈഡ് എ ബി വശങ്ങള്, സൈഡുകൾ, ആർമേച്ചറിന്റെ സൈഡുകൾ തമ്മിൽ എന്തായി? പെർപെൻഡിക്കുലർ ആയി. അങ്ങനെ കിട്ടി, കറന്റ് കിട്ടി. എത്ര ഡിഗ്രിയില്? 270 ഡിഗ്രിയില്. അപ്പൊ വീണ്ടും ഇങ്ങനെ വന്ന് നിൽക്കുക. ലാസ്റ്റ് വീണ്ടും 90 ഡിഗ്രി തിരിഞ്ഞു. പഴയ അവസ്ഥ തന്നെയായി. നോക്കൂ, എ ബി ഇവിടേക്ക് എത്തി. കണ്ടോ? എ ബി ഇവിടേക്ക് എത്തി. പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയി. അവിടെ കറണ്ട് കിട്ടുമോ? ഇല്ല. അതാണ് 360.
ഇങ്ങനെയാണ് ആർമേച്ചറിന്റെ ഒരു റൊട്ടേഷൻ പൂർത്തിയാക്കുമ്പോൾ AC-യുടെ ഒരു സൈക്കിൾ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മനസ്സിലാവില്ല, നല്ല ബുദ്ധിമുട്ടാണ്. ഒരു വട്ടം കൂടി പറയും, രണ്ടുവട്ടം പറയും, ഇനി പറയും, കേട്ടിരിക്കുക, അപ്പൊ മനസ്സിലാവൂട്ടാ. ഇത്ര മനസ്സിലാക്കി വെച്ചോളൂ, ശ്രദ്ധിച്ചോളൂ. നമ്മൾ ആർമേച്ചറിന്റെ ഒരു ഭ്രമണം, ഒരു റൊട്ടേഷൻ തുടങ്ങി പൂർത്തിയാവുമ്പോ നമുക്ക് കിട്ടുന്ന ഡെഫിനിഷൻ ഒന്നും ഇല്ലേ? ഇതിന് ഡെഫിനിഷൻ ഒന്നും വേണ്ട, ഇതിന് ഡെഫിനിഷൻ ഒന്നും അല്ല. ഇത് പഠിക്കേണ്ടത് കറണ്ട് കിട്ടുന്നത് അതിന്റെ എപ്പോഴാ കിട്ടുന്നത് എപ്പോഴാ കിട്ടാത്തതെന്നാണ്. അതിന്റെ ഡെഫിനിഷൻ കാര്യങ്ങളൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ഇത്ര മാത്രം പഠിക്കുക. എന്താണ് എപ്പോഴാ കിട്ടുക എപ്പോഴാ കിട്ടാതെക്ക, ആർമേച്ചറിലേക്ക് കറണ്ട് കിട്ടുന്ന സന്ദർഭം എന്താണ്, ആർമേച്ചറിലേക്ക് കറണ്ട് കിട്ടാത്ത സന്ദർഭം എപ്പോഴാണ്, ഈ AC കൊണ്ട് കിട്ടുന്നു. ഈ രണ്ട് പോയിന്റാണ് പഠിക്കേണ്ടത്. ഇത്ര മനസ്സിലാക്കി വെച്ചോളൂ. എപ്പോഴാണ് AC കിട്ടുക, എപ്പോഴാണ് കറണ്ട് കിട്ടുക? ആർമേച്ചറിന്റെ സൈഡ്സ് ഓഫ് ദി ആർമേച്ചർ ഈസ് പെർപെൻഡിക്കുലർ ടു ദി മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് ആർമേച്ചറിന്റെ സൈഡും പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് എന്ത് കിട്ടുക, കറണ്ട് കിട്ടുക. നോക്കാം, ഇത് നോക്കാം. എല്ലാവരും ഞാനാണ് ആർമേച്ചർ എന്ന് വെച്ചോ, ഞാനാണ് ആർമേച്ചർ. ഇവർ നിന്ന ഫ്ലക്സ് ലൈൻസ് വരുന്നുണ്ട്. ഈ ഫസ്റ്റ് സമയത്ത് ഞാൻ ഫ്ലക്സ് ലൈൻസും ഇതിന്റെ സൈഡുകളും തമ്മിൽ ഈ എന്താണ് പാരലലാണ്. ആർമേച്ചറിന്റെ ഫ്ലക്സ് ലൈൻസ്, സോറി, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡ് പാരലലാണ്. ആ സമയത്ത് കറണ്ട് കിട്ടൂല. ഓക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ? ദെൻ ഞാൻ 90 ഡിഗ്രി തിരിഞ്ഞു. അങ്ങനെ എന്തായി? അപ്പോ ഫ്ലക്സ് ലൈൻസ് വരുന്നത് ഞാനും ഫ്ലക്സ് ലൈൻസ് തമ്മിൽ പെർപെൻഡിക്കുലർ ആയി. കടന്നു നിർത്തി ഞാൻ ഫ്ലക്സ് ലൈൻസിലായി. ഓക്കെ, അപ്പൊ അവിടെ കറണ്ട് കിട്ടും, മാക്സിമം കറണ്ട് കിട്ടും. അതാണ് 90 ഡിഗ്രി കാണുന്നത്. വീണ്ടും 270 ഡിഗ്രി അഥവാ 180 ഡിഗ്രി തിരിഞ്ഞു, ഞാൻ ഇങ്ങനെയായി. അപ്പൊ എന്ത് കിട്ടൂല, കറണ്ട് കിട്ടൂല. കാരണം അവിടെ എന്താണ്, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡുകളും, സൈഡ്സ് ഓഫ് ദി ആർമേച്ചർ, ABCD വശങ്ങളിൽ, ABCD സൈഡുകളില്ലേ, അവ തമ്മിൽ എന്താണ്, പാരലൽ ആവുമ്പോൾ കറണ്ട് കിട്ടൂല, ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവില്ല. എപ്പോഴേ ഉണ്ടാവുള്ളൂ, പെർപെൻഡിക്കുലർ ആവുമ്പോഴുള്ളൂ എന്തുണ്ടാവുക, കറണ്ട് കിട്ടുക. അത്രേ ഉള്ളൂ. പക്ഷെ കാണാപ്പാടം പഠിക്കുമ്പോൾ മതി, കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്, ഇത്രയും കാര്യങ്ങൾക്ക് പറഞ്ഞത്. നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എപ്പോ കിട്ടും പഠിക്കാൻ വലിയ സിമ്പിളും പരിപാടിയൊന്നുമില്ല. എന്ത് പഠിച്ചാൽ മതി, ആർമേച്ചറിന്റെ സൈഡും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും പെർപെൻഡിക്കുലർ ആവുമ്പോൾ കറണ്ട് കിട്ടും, പാരലൽ ആവുമ്പോൾ കിട്ടൂല. ഓക്കെ, അത്രേ ഉള്ളൂ നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ ആർമേച്ചറിന്റെ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു സൈക്കിൾ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ, ആദ്യം പാരലൽ ആവും, പിന്നെ പെർപെൻഡിക്കുലർ ആവും, പിന്നെ പാരലൽ ആവും, പിന്നെ പെർപെൻഡിക്കുലർ ആവും, വീണ്ടും പാരലൽ ആവും. മനസ്സിലായോ? അതുകൊണ്ടാണ് AC ഒരു സൈക്കിളിന് കിട്ടുക, വന്നും പോയി കൊണ്ടിരുന്ന കറണ്ട് കിട്ടുക. റെഡി? ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഇന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം ആ ഭാഗം വലിയൊരു സെന്റൻസ് ആക്കി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അത് മൊത്തം ഓരോ വാക്ക് വിടാതെ വായിക്കാം. ഞാനീ പറഞ്ഞ ABCD സൈഡ്സ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ കുറെ സെന്റൻസ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലടിയില് കുറെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾ ആൻസർ സ്വന്തമായിട്ട് ചെയ്ത് നോക്കി എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഭാഗം അങ്ങനെ ഇങ്ങനെ ചോദ്യം വരാറില്ല, അതാണ് വലിയൊരു ഭാഗ്യം. ഈ പറയുന്ന ഭാഗത്ത് നിന്ന് ചോദ്യം അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കാറില്ല. ഓക്കെ, ടൈറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അവിടുന്ന് വരാൻ സാധ്യതയുണ്ടെങ്കിലും പക്ഷെ അങ്ങനെ ചോദിക്കാറില്ല. ക്വസ്റ്റ്യൻസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ കാര്യം കിട്ടിയോ? എന്താ പറഞ്ഞ കാര്യത്തിലുള്ളൂ. പേജ് നമ്പർ നോക്കണം, പറഞ്ഞു ഇത്രേ ഉള്ളൂ. നോക്ക് ആർമേച്ചർ വളരെ കറണ്ട് നമ്മളെ ആർമേച്ചറിന്റെ കറങ്ങി കംപ്ലീറ്റ് ആയി വരുമ്പോ ഈ ആർമേച്ചറിലേക്ക് കിട്ടുന്ന EMF അഥവാ കറണ്ട്, അതിന്റെ ഗ്രാഫാണ് വരച്ചിട്ടുള്ളത്. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇല്ല ഉണ്ട് ഇങ്ങനെ പോണ കറണ്ടാണ്. അത് എന്തുകൊണ്ട് ചോദിച്ചാൽ അതിക്ക് എപ്പോഴും കറണ്ട് കിട്ടാത്തതുകൊണ്ടാണ്. കറണ്ട് കിട്ടാത്ത എന്തുകൊണ്ടാ? ഫ്ലക്സിന് എപ്പോഴും മാറ്റം വരാത്തതുകൊണ്ടാണ്. അപ്പൊ ഫ്ലക്സിന് എപ്പോഴാണ് മാറ്റം വരിക? ആരൊക്കെ തമ്മിൽ പെർപെൻഡിക്കുലർ ആകുമ്പോ? ആരൊക്കെ തമ്മില്? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും
sides of the armature. ആർമേച്ചറിന്റെ സൈഡുകളും ABCD സൈഡുകളും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് നല്ല തടയുള്ളൂ. അങ്ങനെ ആവുമ്പോഴുള്ളൂ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുക, അപ്പോഴുള്ളൂ EMF കിട്ടുക. ആ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുന്ന ഡിഗ്രി റൊട്ടേഷൻ ഡിഗ്രി 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ് നമുക്ക് EMF കിട്ടുന്നത്. എപ്പോഴൊക്കെ കിട്ടാത്തത് 0 ഡിഗ്രി തിരിയുന്ന മുമ്പേ തന്നെ കറണ്ട് കിട്ടില്ലല്ലോ. പിന്നെ 180 ഡിഗ്രി 360 ഡിഗ്രി ഈ 3 ഡിഗ്രിയിൽ നമുക്ക് എന്ത് കിട്ടുന്നില്ല? EMF കിട്ടുന്നില്ല. കാരണം ആ സമയത്ത് ആരൊക്കെ തമ്മില് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡുകളും ABCD സൈഡുകൾ തമ്മിൽ പാരലൽ ആണ്. കിട്ടിയോ? അപ്പൊ സിമ്പിൾ ആയിട്ട് പോയിന്റ് മനസ്സിലാക്കണം, പഠിക്കുന്ന മനസ്സിലാക്കി. എപ്പോഴാ ചേഞ്ച് ഉണ്ടാവുക? സജ എപ്പോഴാ ചേഞ്ച് ഉണ്ടാവുക? ഫ്ലക്സിന് എപ്പോഴാ ചേഞ്ച് ഉണ്ടാവുക? സജ പറയാ. പാരലൽ അല്ലാതിരിക്കുമ്പോ. പാരലൽ അല്ലാതിരിക്കുന്ന വേറെ വാക്കെന്താ? പാരലൽ ഓപ്പോസിറ്റ് എന്താ? നോൺ പാരലൽ അല്ലേ? ഞാൻ മലയാളത്തിൽ പറഞ്ഞു. നോൺ പാരലൽ അല്ലേ? പാരലൽ ഓപ്പോസിറ്റ് എന്താ? ഇങ്ങനെ നിൽക്കുന്ന എന്താ പറയാ? ഇങ്ങനെ നിൽക്കുന്ന എന്താ പറയാ? പെർപെൻഡിക്കുലർ. പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആവുമ്പോഴേ കറണ്ട് കിട്ടുള്ളൂ, പാരലൽ ആവുമ്പോ കറണ്ട് കിട്ടൂല. ആരൊക്കെ തമ്മില് പറഞ്ഞ മിഥില ആരൊക്കെ ഇവിടെ പാരലൽ പെർപെൻഡിക്കുലർ ആവുന്നത്? Sides of the armature, magnetic flux lines. അത്രേ ഉള്ളൂ. ഈ എന്നിൽ നിന്ന് പോകുന്ന ഈ മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ഈ ABCD ഈ ആർമേച്ചറിന്റെ ഈ സൈഡുകളും തമ്മിലാണ് കണക്ഷൻ ആണ് ഈ പറയുന്നത്. അത് പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ കറണ്ട് കിട്ടും, പാരലൽ ആവുമ്പോൾ കറണ്ട് കിട്ടൂല. അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണോ? ഓക്കെ, എന്നാ കേട്ടോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഈ ഒരു AC-യുടെ ഈ ഒരു വേവിന് നമ്മളൊരു പ്രത്യേക പറയാറുണ്ട്. ഫ്രീക്വൻസി എന്നുള്ള വാക്കുന്നത് ഫ്രീക്വൻസി കേൾക്കണം. വാട്ട് ഈസ് ഫ്രീക്വൻസി? കേട്ടിക്കണേ? എന്താ ചോദിക്കാൻ പാടില്ല, കേട്ടിട്ടുണ്ട്. അതല്ല പ്രശ്നം. നിങ്ങള് സിമ്പിൾ പെൻഡിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ല? സിമ്പിൾ പെൻഡിലല്ലേ ഞാൻ ആടുന്നേ? ഊന്നാല് കൊണ്ട് ഞാൻ ആടുന്നേ കടുങ്ങിയ അതിന്റെ ആവൃത്തിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ആവൃത്തി പീരീഡ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ പറയാ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയാം, നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്? അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ F ആണ്, സ്മോൾ ലെറ്റർ F ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. അഥവാ ഇക്വേഷൻ N/T എന്നാണ് എഴുതാം. What is N is the number of cycles. എന്താ ഒരു സൈക്കിൾ എന്താ? ഇതാണ് ഒരു സൈക്കിൾ. ഇങ്ങനെ ഇതാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ഇതൊന്നും പഠിക്കേണ്ട പറഞ്ഞാൽ ഇതാണ് ട്രസ്റ്റ്. ഒരു ട്രസ്റ്റും കൂടിയാണ് ഒരു സൈക്കിൾ ആവാം. ഒരു സൈക്കിൾ ഇങ്ങനെ മുകളിൽ നിൽക്കണമെന്നും താഴെ നിൽക്കണമെന്നും കൂടിയാണ് ഇതിനെയാണ് മൊത്തത്തിലാണ് ഒരു സൈക്കിൾ എന്ന് പറയാം. ഒരു സൈക്കിൾ. ഓക്കെ, അങ്ങനെ ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ടോ എന്ന് കണക്കാക്കുന്നതാണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് F എന്ന് പറയുന്നത്. അപ്പൊ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണം, ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ വോൾട്ടേജ് എത്ര? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് AC? ACന്റെ വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. ഓക്കെ, 230 വോൾട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ വോൾട്ടേജ് 235. എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് എന്റെ ക്വസ്റ്റ്യൻ അതല്ല,
What is the frequency of AC? What is the frequency of AC in our country? നമ്മുടെ രാജ്യത്ത് ഓരോ രാജ്യത്ത് വ്യത്യാസം വരും. നമ്മുടെ രാജ്യത്ത് AC ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഫ്രീക്വൻസി എത്രയാണ്? അതിന്റെ ഉത്തരമാണ് എന്തെന്നറിയോ? 50 ഹെർട്സ് ആണ്. ഹെർട്സ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറന്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വീട്ടിലേക്ക് വരുന്ന കറന്റിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 50 ഹെർട്സ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. എന്താണ് മീൻ ചെയ്യുന്നത്? അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറന്റിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആർക്കും പറയാം. ഒരു സെക്കൻഡിൽ 50 വട്ടം കറങ്ങുന്നു. ഒരു സെക്കൻഡിൽ 50 കറക്കം എന്ന് പറയുന്ന 50 സൈക്കിൾ ഉണ്ട്. ഒരൊട്ട കറങ്ങുമ്പോഴാണ് സൈക്കിൾ ഉണ്ടാവുക. സംഭവം ശരി തന്നെയാണ്. ആർമേച്ചർ ഒരൊട്ട കറങ്ങുമ്പോഴാണ് ഒരു സൈക്കിൾ കിട്ടുക. ഈ 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ കേട്ടോളൂ, ഒരു സെക്കൻഡിൽ. ഓക്കെ, ആർമേച്ചർ ഒരു വട്ടം കറങ്ങി എങ്ങനെ കിട്ടുക? ഇങ്ങനത്തെ 50 സൈക്കിൾ ഇങ്ങനെ പോകും. എപ്പോ എപ്പോ എപ്പോ? ഒരു സെക്കൻഡില്. വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ എങ്ങനെയാണ്? ഇതാ ഷേപ്പ് ഇതാണ്. അപ്പൊ കറണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ 50 സൈക്കിളാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പെട്ടെന്ന് എങ്ങനെ പോകുന്നുണ്ടാവുക. ആലോചിച്ച് നോക്കി. നമ്മുടെ ബൾബിലേക്ക് ഇനിയും ബൾബിനെ എന്തുകൊണ്ട് മിന്നി കത്താത്തത് ഞാൻ പറയാം. നമ്മുടെ വീട്ടിലെ ബൾബിന്റെ ഉള്ളിലേക്ക് വരുന്ന കറണ്ട് ഇത് 50 ഹെർട്സ് ആണ്. മനസ്സിലാവണ്ടോ? ഒരു സെക്കൻഡിൽ കണ്ണ് ചിമ്മി തുറക്കുമ്പോൾ 50 സൈക്കിൾ ഉണ്ടായിരിക്കും. അഥവാ 100 വട്ടം ഡാഷ് ചെയ്തിട്ടുണ്ടാവും. ആലോചിച്ച് ഒരു സൈക്കിൾ 1, 2, ഒരു സൈക്കിൾ 2 വട്ടം ഡയറക്ഷൻ മാറുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അഥവാ 1, 2 വട്ടം വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈക്കിൾ മാൻ. അങ്ങനത്തെ എത്ര സൈക്കിൾ ഉണ്ടാവുന്നത്? 50 സൈക്കിളാണ് ഉണ്ടാവണേ. അതും ഒരു സെക്കൻഡില്. എന്തെങ്ങനെ വേഗം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഇതിന്റെ വേഗം പോണീന്റെ ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റുമോ? അത്രയും സ്പീഡിലാണ് സാധനം പോണേ. അപ്പൊ ഈ ബൾബ് ഇങ്ങനെ മിന്നി കത്തി നമുക്ക് കാണാൻ പറ്റുമോ? പോകുമ്പോൾ അപ്പുറം വരികയാണ്. അപ്പൊ നമ്മുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. കണ്ണിന്റെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാണ് പറയാം. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അത് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകളിൽ 7ാം ചാപ്റ്റർ 6ാം ചാപ്റ്റർ പഠിക്കാനുണ്ട്. അത് നമുക്ക് അപ്പം പഠിക്കാം. അതിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണ്, കണ്ണിന്റെ ഈ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് ഈ ബൾബൊന്നും മിന്നി കത്തിനെ കാണാത്തത്. മനസ്സിലാവുണ്ടോ? ശരിക്കും കറണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് തന്നെയാണ്. ബൾബ് മിന്നി കറണ്ട് തന്നെയാണ്. പക്ഷെ അത്രയും വേഗത്തിലാണ് ചെയ്യുന്നത് ഈ AC മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 50 വട്ടങ്ങൾ ആലോചിച്ച് 100 വട്ടം ദിശ മാറുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു സെക്കൻഡില് കറണ്ട് 100 വട്ടം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചിന്തിക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. പറ്റുമോ? നമ്മളിത് ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു സെക്കൻഡ്. അപ്പൊ വേഗത്തിലേക്ക് കറന്ന് അത്രയും വേഗത്തില പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ട് ഫ്രീക്വൻസി എത്രയാ? 50 ഹെർട്സ്. വാട്ട് ഇസ് മീൻ ബൈ 50 ഹെർട്സ്? ഹെർട്സ് യൂണിറ്റ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ മീനിങ്? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണമാണ്. റെഡി? ഇനി ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ്. ഇതും കൂടി ഇതിന്റെ കൂടെ പഠിച്ച ആ ഭാഗം ഏകദേശം അവസാനിക്കും. പീരിയഡ് എന്ന് പറയുന്ന വാക്കുണ്ട്. പീരിയഡ്. നിങ്ങൾ പീരിയഡ് എന്ന വാക്ക് ആദ്യത്തെ കേൾക്കണം. പീരിയഡ് എന്ന് പറയുന്ന വാക്ക് ആദ്യത്തെ കേൾക്കണം. ആണോ? അല്ലല്ലോ. സ്കൂളൊക്കെ ക്ലാസ്സിൽ തന്നെ പീരിയഡ് 1-ാം മിനിറ്റ് കഴിഞ്ഞു, 2-ാം മിനിറ്റ് കഴിഞ്ഞു, 3-ാം മിനിറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറയാറില്ല. അപ്പൊ ആ പീരിയഡ് എന്ന് പറഞ്ഞ സാധനം എന്തുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്? പീരിയഡ് എന്ന് പറഞ്ഞ സാധനം എന്തുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്? ടൈമാണ്. യെസ്, ടൈമാണ്. നമ്മൾ ടൈമിനെയാണ് നമ്മുടെ പീരിയഡ് ആക്കി തിരിക്കുക അല്ലെ. 7 പീരീഡ് എന്ന് പറയുമ്പോൾ 45 മിനിറ്റുള്ള 7 പീരീഡുമായിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ പീരിയഡ് എന്ന് പറഞ്ഞാൽ ടൈമുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ്. ഇവിടെ പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ഈ ആർമേച്ചറും ഈ കാലത്തുമായി ബന്ധപ്പെട്ടത് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താ എന്ന് ചോദിച്ചാൽ, ആർമേച്ചർ ശ്രദ്ധിക്കട്ട, ആർമേച്ചറ് ഒരു വട്ടം കറങ്ങാൻ, ആർമേച്ചറ് ഒരു വട്ടം ഫുള്ളായിട്ട് കറങ്ങാനല്ല, അതിനെടുക്കുന്ന സമയമാണ്. The time taken by the armature for one rotation, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന
സമയമാണ്, ടൈമാണ് എന്ന് പറയുന്നത് ആർമേച്ചറിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. ഒറ്റ സെക്കൻഡ് ഒരു കാര്യം കൂടി കേട്ടോളൂ. ആർമേച്ചറിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ആർമേച്ചർ ആണെങ്കിൽ ഞാൻ കറങ്ങി 90 ഡിഗ്രി തിരിഞ്ഞോ, ഭാഗം തിരിഞ്ഞോ, 180 ഡിഗ്രി പകുതി തിരിഞ്ഞോ, 270 ഡിഗ്രി മുക്കാ ഭാഗം തിരിഞ്ഞോ, 360 ഡിഗ്രി ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ പൂർത്തിയായി. അതിന് എടുക്കുന്ന ടൈമാണ്, എത്ര സമയം കൊണ്ടാണ്, എത്ര സെക്കൻഡ് കൊണ്ടാണ് ആർമേച്ചർ ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ആ ടൈമിനെ പറയുന്ന പേരാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പീരിയഡ് എന്ന ടൈം ടേക്കൺ ബൈ ദി ആർമേച്ചർ. ദ ടൈം ടേക്കൺ ബൈ ദി ആർമേച്ചർ. ആർമേച്ചർ എടുക്കുന്ന സമയം എന്തിനു വേണ്ടി? ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ. എന്തിനു വേണ്ടിയിട്ട്? ഫോർ കംപ്ലീറ്റ് റൊട്ടേഷൻ. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് എന്ത് പറയുന്നത്? ആർമേച്ചറിന്റെ പീരിയഡ് എന്ന് പറയുന്നത്. കിട്ടിയോ? അതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന പീരിയഡിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. സമയത്തിന് സാധാരണ സമയത്തെ സൂചിപ്പിക്കുന്ന ലെറ്റർ സ്മോൾ ലെറ്റർ ടി ആണ്. പക്ഷേ പീരിയഡിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ലെറ്റർ ക്യാപിറ്റൽ ടി ആണ്. ഓക്കെ, പീരിയഡിനെ സൂചിപ്പിക്കുന്നത് ക്യാപിറ്റൽ ടി ആണ്. ഇനി നോക്കിക്കോളൂ, പീരിയഡ് എന്ന് കിട്ടി. അങ്ങനെ നോക്കൂ, 360 ഡിഗ്രി എപ്പോഴാണ് ഒരു സൈക്കിൾ വെച്ചാ? ഒരു സൈക്കിൾ എപ്പോഴാ വെച്ചാ? ആർമേച്ചറിന്റെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ കഴിയുമ്പോഴാണ് അല്ലെ? ആർമേച്ചർ ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ സൈക്കിളിലെ കിട്ടുക അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെയും പറയാം, എസിയുടെ ഒരു സൈക്കിൾ ഉണ്ടാവാൻ എടുക്കുന്ന സമയവും ടി തന്നെയാണ്. പറഞ്ഞൂടെ? ആർമേച്ചർ ഒരു റൊട്ടേഷൻ പൂർത്തിയാകുമ്പോൾ ഒരു സൈക്കിളാണ് കിട്ടുക അല്ലെ? ഒരു സൈക്കിൾ കിട്ടണമെങ്കിൽ അപ്പൊ ഞാൻ ഈ 360 ഡിഗ്രി തിരിയാൻ എടുക്കുന്ന സമയമാണ് ക്യാപിറ്റൽ ടി പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ പകുതി റൊട്ടേഷൻ തിരിയാനോ 180 ഡിഗ്രി തിരിയാനോ T/2 അല്ലേ? സമയം പകുതിയിലെ വേണ്ടുള്ളൂ അല്ലേ? ഭാഗം തിരിയാനോ എന്താ പറയുക? T/4 4 1 T/4. ഇനി 3T/4. ഇത് കൂടി അതിന്റെ കൂടെ ആ ഡിഗ്രി തിരിയില്ല. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രല്ലേ? ടെക്സ്റ്റ് ബുക്കിലെ ചിത്രല്ലേ? എന്താ അങ്ങനെ ഗ്രാഫിന്റെ ചിത്രം. അതിലൊരു കോളം ഉണ്ടാവും. ആ ഒരു കോളത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും സമയവും ടീയും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഫ്രീക്വൻസി എന്താണെന്ന് മനസ്സിലായോ? ഫ്രീക്വൻസി മനസ്സിലായോ? നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ് ഫ്രീക്വൻസി. നമ്മുടെ ഫ്രീക്വൻസി എത്രയാ? ഫ്രീക്വൻസി എത്രയാ? 50 ഹെർട്സ് ആണ്, 50 ഹെർട്സ് ആണ്. ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. 1-2 ഒന്നല്ല, ഒരു സെക്കൻഡിൽ 50 സൈക്കിളാണ് നമ്മുടെ ലൈനിലൂടെ ഇങ്ങനെ കടന്നു പോണ. ദെൻ അടുത്താണ് ആർമേച്ചറിന്റെ അടുത്തൊരു പ്രത്യേകതയാണ് പീരിയഡ് എന്ന് പറയുന്നത്. പീരിയഡ് എന്ന് പറയുന്നത് ആർമേച്ചർ ഇങ്ങനെ ഒരു വട്ടം കറങ്ങാൻ എടുക്കുന്ന സമയം. ആർമേച്ചറിന്റെ കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന ടൈമാണ്. The time taken by the armature for one complete rotation. ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ എടുക്കുന്ന സമയമാണ് പീരിയഡ് എന്ന് പറയുന്നത്. അപ്പൊ 360 ഡിഗ്രി തിരിയണമെങ്കിൽ എത്ര സമയമാണ്? T ആണെന്ന് അർത്ഥം. ഇത്ര ഉള്ളു പറഞ്ഞിട്ടുള്ളത്. റെഡി? ഇനി ഒരു കണക്ഷൻ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിലെ കണക്ഷൻസും ഇതും ഉണ്ടാവില്ല. F = എഫിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, എഴുതി വെച്ചോളൂ. ഫീൽഡ് ലെവലിൽ എഴുതി വെച്ചോ. F = N/T. ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ തന്നെയാണ്. ഇതിനർത്ഥം what is N? What is mean by N? Number of cycles divided by what is T? Time, unit time, സമയം. ഈ F കണ്ടുപിടിക്കാൻ മറ്റൊരു ഇക്വേഷൻ ആണ്. F = 1/T. 1/T. What is mean by T? What is mean by T? Period. പീരിയഡും ഫ്രീക്വൻസിയും തമ്മിലുള്ള കണക്ഷൻ ഇക്വേഷൻ ആണ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല, എഴുതി വെച്ചോ. F = 1/T. ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഈ 1ന്റെ അവിടെ ഒരു കുറിപ്പിട്ടോളൂ. അങ്ങനെ കുറിപ്പിട്ടോളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞ് നോക്കുമ്പോഴേ I ആയിട്ടൊക്കെ തോന്നും. എന്നിട്ട് നിങ്ങൾ I എവിടെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കും, ഉത്തരം കിട്ടൂല. അപ്പൊ എന്ത് ചെയ്യുള്ളൂ? ഈ കുറിപ്പിടാൻ മറക്കണ്ട. I/T അല്ല, 1/T ആണ്. ഓക്കെ, അപ്പൊ F ഉം T തമ്മിലുള്ള കണക്ഷൻ കിട്ടും. ഓക്കെ ആണോ?
അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ബ്ലോക്കാണ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഏകദേശം എല്ലാ കുറച്ച് ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട പണി അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരു വാക്കും ഇടാതെ വായിക്കുക. ഒരു ഭാഗം പോലും മനസ്സിലാവാതെ പോകാൻ പറ്റില്ല. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കൽ നിർബന്ധമാണ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാ കാര്യവും വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നതിന്റെ കടമയാണ്. അതുകൊണ്ടാണ് ഓരോ വാക്കും ഇടാതെ പറയുന്നത്. ഇനി ഈ ചോദ്യം കേട്ടോളൂ. ഇവിടുന്ന് വരുന്ന ചോദ്യം, നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് അല്ലേ? ശ്രദ്ധിച്ചു കേട്ടോളൂ, 50 ഹെർട്സ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ആർമേച്ചർ, ഈ കറണ്ട് ഉണ്ടാകുന്ന ആർമേച്ചർ കറങ്ങിയിട്ടല്ലേ ഉണ്ടാവുക അല്ലെ? ഈ AC ഉണ്ടാക്കുന്നത് ആർമേച്ചർ കറങ്ങിയിട്ടല്ലേ AC ഉണ്ടാവുക അല്ലേ? ആ ആർമേച്ചറിന്റെ പീരീഡ് എത്ര എന്നാണ് എന്റെ ചോദ്യം. നമ്മളെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ആർമേച്ചറിന്റെ പീരീഡ് എത്ര? ആൽബിന് പറഞ്ഞ, ആൽബിൻ ആൽബിൻ പറയൂ. സിമ്പിളാണ്, അറിയോ? ഇല്ല. പിന്നെ ആര്യ അറിയോ? അറിയില്ലേ? നിങ്ങളൊക്കെ ഞാൻ അതിലെ ആണ് നിങ്ങളുടെ മാനം കാക്കും ചങ്ങായി. പറയാ സിമ്പിൾ ചോദ്യമാണ്. ഫ്രീക്വൻസി, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കറണ്ടിന്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പീരീഡ് എത്ര? ആർക്കെങ്കിലും അറിയുന്നത് കൈയൊക്കെ? ആർക്കെങ്കിലും? എങ്ങനെ? 50 ഹെർട്സ് പീരീഡ് ഹെർട്സിലോ? ഇതില പീരീഡ് ഹെർട്സിൽ പറയാൻ പറ്റുമോ? 100 യൂണിറ്റ് ഒന്നുമില്ലേ പറയാനേ? അർച്ചന പറഞ്ഞ, അർച്ചന കൈ കാണിച്ചില്ല. 360 ടച്ചനെ നിർത്തി 50 കഴിഞ്ഞ് 100 360 കഴിഞ്ഞ അപ്പുറത്തേക്ക് പോവില്ല. അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇല്ല ചങ്ങായിമാരെ. പോയിന്റ് ആണ്, പോയിന്റ് വിടി. അടുത്ത പറയാ ആരാ? 50/360. ആസിമേ, അനക്ക് വല്ല ആൻസർ ഉണ്ടോ? 1 യൂണിറ്റ് ഒന്നും ഇല്ല. 11 50/1. അർച്ചലെ 50/1 എന്ന് പറഞ്ഞ 50 തന്നെയല്ലേ? 50ന്റെ താഴെ വന്നിട്ട് ആ 1ന് വാല്യൂ ഉണ്ടോ? ഇല്ലല്ലോ. 20. തൊള്ളി തോന്നിയ നമ്പർ പറയാനല്ല പറഞ്ഞത്, അതിന് ഉത്തരം പറയാനാണ്. ബുദ്ധി വിവരത്തിൽ മനുഷ്യന് കൂടുതലില്ലേ? ഫാമിസേജ് മാനം കാത്തു 1/50. ഒരാളെങ്കിലും ഉത്തരം പറഞ്ഞല്ലോ. അതിന് യൂണിറ്റ് പറ. അതിന്റെ യൂണിറ്റ് കൂടി പറ. ഫാമിസെ ജന പറഞ്ഞോ, അതിന്റെ യൂണിറ്റ് പറ. അർജന്റ് പാളിയാൻ മനസ്സിലാക്കണം. എന്റെ 1 പാളിയാൻ മനസ്സിലാക്കണം. അതിന്റെ യൂണിറ്റ് കൂടി പറ. സെക്കൻഡ്. യെസ്, അതിന്റെ ആൻസർ നിങ്ങൾ നോക്കി ചങ്ങന്മാരെ. ഇത്ര ചെറിയ സിമ്പിൾ ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞിട്ടുള്ളത്. F=1/T എന്ന് ഞാൻ ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൂ. എന്നിട്ട് F തന്നിട്ടുണ്ട്. F 50 ഹെർട്സ് ആണ് തന്നിട്ടുണ്ട്. 50 ഹെർട്സ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞു? T കണ്ടുപിടിക്കാൻ പറഞ്ഞു. T എത്രയെന്ന് ചോദിച്ചു. അന്നത്തെ ഇങ്ങനെ ഇരിക്കുക. പ്രോബ്ലം ചെയ്യാൻ അറിയാൻ കുറെ ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇതിൽ നിന്ന് T കണ്ടുപിടിക്കാൻ T അങ്ങോട്ടും F അങ്ങോട്ടും കൊണ്ട പോലെ അവർ T ഉണ്ടാവും. T = 1/F ആവില്ലേ? T = 1/F ആവില്ലേ? അപ്പൊ F തന്നിട്ടില്ലേ? 1/50 തന്നിട്ടില്ലേ? 1/50 സെക്കൻഡ്. കാരണം പീരീഡ് എന്ന് പറഞ്ഞ സമയമല്ലേ? എന്നാ എഴുതി വെച്ചോളൂ. ഇക്വേഷൻ എഴുതി വെച്ചോളൂ. T = 1/F ഇക്വേഷന്റെ മോളത്താക്കി എഴുതി വെച്ചോളൂ. കാരണം F = 1/T എന്ന് പറഞ്ഞാൽ അത് T = 1/F എന്നൊക്കെ അറിയില്ലല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? F = 1/T എന്ന് പറഞ്ഞാൽ T = 1/F ആണെന്ന് അത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഉത്തരം കിട്ടൂല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുട്ടികളാ. 3 സിമ്പിൾ ചോദ്യങ്ങൾ ആലോചിച്ച് വേറൊരു ടേം പോലും ഇതില്ല. F തന്നിട്ട് T കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക.
ഒരു വാക്യം അങ്ങോട്ട് മാറ്റിയ ആൻസർ ആണ്. യൂണിറ്റ് മാത്രമേ കൺഫ്യൂഷൻ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ആണ്, കാരണം പീരിയഡ് ആണ് വന്നിട്ടുള്ളത്. പീരിയഡ് ടൈം എന്ന് പറഞ്ഞ പീരിയഡ് ആണ്. h = i square ആട്ടി, h = v square by ആട്ടി. 200 സ്ക്വയർ ഒക്കെ കാണാൻ പറ്റുന്ന പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്നത്തെ കോമൺ സെൻസ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പഠിക്കണം. അപ്പൊ ഇത് ഇക്വേഷൻ എഴുതിച്ചോ. അപ്പൊ ഈ ഭാഗം അവസാനിച്ചു. എന്തൊക്കെ പറഞ്ഞേ? ഇന്ന് പറഞ്ഞ കാര്യം നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. ആർമേച്ചറിലേക്ക് AC കിട്ടുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ് മുതൽ പറയാൻ പറ്റിയിട്ടുണ്ട്. DC അല്ല AC ആണ് കിട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ AC തന്നെയാണോ അല്ലേ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. കിട്ടുന്ന കാര്യം AC തന്നെയാണോ എന്ന് പ്രൂവ് ചെയ്തു അല്ലേ? കിട്ടുന്ന കാര്യം AC തന്നെയാണ് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? കാരണം നമ്മളിങ്ങനെ വെച്ച് നോക്കി, ഇവിടെ കിട്ടിയില്ല, ഇവിടെ കിട്ടിയില്ല, പിന്നെ ഇവിടെ കിട്ടി, നേരെ ഡയറക്ഷൻ മാറി കിട്ടി, ഇവിടെ കിട്ടിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ആർമേച്ചർ ഇങ്ങനെ തിരിച്ചു നോക്കിങ്ങാണ്ട് അതിൽ AC കിട്ടുന്നോ നോക്കി. എന്നിട്ട് നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് AC കിട്ടിയത്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്ന കറണ്ട് കിട്ടിയത്, ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് കിട്ടിയത് എന്ന് ചോദിച്ചു, പഠിച്ചു. അത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഉത്തരമാണ് എന്ന് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഒന്നും കൂടി പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഇന്ന് തുടങ്ങിയ ഭാഗത്തിന് അഥവാ കുറച്ച് ബുദ്ധിമുട്ടാണ്, കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗം തന്നെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച ഉത്തരം കിട്ടൂല. ഇനി നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. എന്നിട്ടും ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ ചോദിക്കും, ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ വീഡിയോ ഒന്നും കൂടി കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യില്ലേ, അതൊന്നുകൂടി ഒരു വട്ടം കൂടി ഇരുന്ന് കാണാം. ഫസ്റ്റ് ഭാഗം കൂടി ഇരുന്ന് കാണാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കേട്ടോ, ഇത്രയേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒന്ന് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസ്, ആർമേച്ചറിന്റെ സൈഡ്സ് ഓഫ് ദി ആർമേച്ചർ ABCD. ഓക്കെ, ഇത് നോക്കി, ഇങ്ങനെ പിടിക്കും, കൈ പിടിക്കും, ഇടത് വലത് കൈ 4 പേർ ഇങ്ങനെ വിട്ട് പിടിക്കുക. ഈ സാധനം കുത്തനെ പിടിച്ചോ. ഇതാണ് സൈഡ്. ഇതിന്റെ ഉള്ളിലെ ഈ നടുവിൽ കൈപ്പറ്റി ഓട്ടയാണ്, ഒരു ഹോളാണ് സങ്കല്പിക്കുക. ഹോളാണ് ഇവിടെ പോണത് സങ്കല്പിക്കുക. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ നിൽക്കണം. അപ്പൊ ഈ ലൈൻസിനെ അത് തടുക്കൂല, ഇതിനെ തടയൂല, കൈൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോകും. ഓക്കെ. അപ്പൊ അവിടെ ഫ്ലെക്സിന് ചേഞ്ച് ഇല്ല. ദെൻ തിരിക്കും 90 ഡിഗ്രി തിരിക്കും കൈയ്യെ. ഇതല്ല, ഇതിങ്ങനെ സ്റ്റഡിയാണ്. ഈ സാധനം തിരിച്ചു, അങ്ങനെ. അപ്പൊ കണ്ടോ, സൈഡ് തട്ടിയോ? തട്ടി. അവിടെ ഫ്ലെക്സിന് ചേഞ്ച് വന്നു. അപ്പൊ കറണ്ട് കിട്ടി. പിന്നെ തിരിച്ചു, പിന്നെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു. അപ്പോൾ അതിനുള്ളിൽ കൂടെ പോവാണ്. ഇനി തിരിക്കാൻ പറ്റൂല. ഇനി തിരിക്കണമെങ്കിൽ കൈ മൊത്തം തിരിയേണ്ടി വരും. അപ്പൊ അത് തിരിക്കണ്ട. പിന്നെ തിരിയുമ്പോ എങ്ങനെ വരും നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ വരിക? ഈ വശം ഇപ്പുറവശം ഇവിടെ വരും, അപ്പോഴും EMF കിട്ടും. ഇത്രയുള്ള സംഭവം. ഓക്കേണോ? അപ്പൊ പഠിക്കേണ്ട ഇത്രയുള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും സൈഡ്സ് ഓഫ് ദി ആർമേച്ചറും പെർപെൻഡിക്കുലർ ആവുമ്പോഴാണ് EMF കിട്ടുക, ഫ്ലക്സിന് ചേഞ്ച് വരിക. ഓക്കെ, മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡുകളും പാരലൽ ആവുമ്പോൾ ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവൂല, അപ്പൊ കറണ്ട് കിട്ടൂല. റെഡി? അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്ന ആളെന്ന് പറയണം. ഫഹീമ എപ്പോഴാണ് പെർപെൻഡിക്കുലർ ആവുക? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡും തമ്മിൽ പെർപെൻഡിക്കുലർ ആവുന്ന സമയം ഇവിടെ വെച്ച് പറഞ്ഞേ. ഇതിൽ ഏത് സമയത്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡും പെർപെൻഡിക്കുലർ ആവുക? 180. ഈ വീഡിയോ ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരൊറ്റ കണ്ടാ പോരാ,
ഒന്നിൽ കൂടുതൽ തവണ കണ്ടിട്ട് ഉത്തരച്ച് പറഞ്ഞിരുന്നു. രാമായണം മൊത്തം വായിച്ച അവസാനം ചോദിക്കാണ് രാമൻ സീത ആരാണ് ചോദിച്ചപ്പോലെ ഇത് പറയടാ. ആ സംഭവം വേസ്റ്റ് ആയി, ഞാൻ വേസ്റ്റഡ് ആയി സത്യത്തില്. വെറുതെ ഇതിന് നേരം 1.5 മണിക്കൂറിന് മുകളിലായി പറയാൻ നോക്കിട്ട് അന്നൊക്കെ കയ്യിലെ കുറിച്ച് ഇങ്ങനെ കാണിച്ചത് എന്തിനാ? അപ്ന പറഞ്ഞ അപ്നോ എപ്പോഴാ പിന്നെ പെർപെൻഡിക്കുലർ ആവുക? 90 and 270 degree. സന്തോഷം, സമാധാനമായി. 90 ഡിഗ്രിയിലും 270 ഡിഗ്രിയിലുമാണ് പറയുമ്പോ പെർപെൻഡിക്കുലർ ആവുക. അപ്പോഴാ കരുതി ചേട്ടാ. ഇനി എപ്പോഴും പാരലാവുക? എപ്പോഴൊക്കെ പാരലാവുക? നാഫ്യോ എപ്പോഴൊക്കെ പാരലാവുക? 150 പിന്നെ 150 360 പിന്നെ പൂജ്യം ഉണ്ട് കേട്ടോ. പൂജ്യത്തിൽ ഇവിടെ പാരലായിട്ടാണ് നിൽക്കുന്നത് ഫസ്റ്റ്. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു ആയിരം കേൾക്കുന്നു. ഇനി ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ചോദിക്കാം. അപ്പൊ തൽക്കാലം ഞാൻ വിരമിക്കുകയാണ്. ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ബുദ്ധിമുട്ടുള്ള ഏരിയകൾ കഴിയാണ്. എഫ് എന്താ? എഫ് എന്ന് പറഞ്ഞാ ജനീഷ്, എഫ് എന്താ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാ ജനീഷ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാ the number of cycles per second in frequency to AC. Okay. What is period? Parana period എന്താ പറയാ? What is mean by period? എടുത്ത് പറ സമയമില്ല. 1 by frequency. കേൾക്കുന്നില്ല, തിരിയുന്നില്ല. 1 by frequency. അതിന്റെ ഡെഫിനിഷൻ പറ. What is period? What is mean by period? ഡെഫിനിഷൻ പറ. എന്താണ് മനസ്സിലായത് പറഞ്ഞാൽ മതി. കാണാപ്പാടം പഠിച്ച് പറയാല്ല. എന്താണ് പീരിയഡ് എന്ന് ചോദിച്ചാൽ ആർമേച്ചർ കോയിലിന്റെ ചൈനീസ് ഭാഷ ഞാൻ പഠിച്ചില്ല. അതിനാണ് ഇത് പറ. അതിനാണ് റൊട്ടേഷനില്ലേ ഈ പറഞ്ഞ തിരിയണില്ല. അതിനാ പറഞ്ഞ അതിനാ മുങ്ങിയോ? അസ്നാനെ ഒന്ന് പറഞ്ഞ. അസ്നാനെ സെറ്റ് പറ. അസ്നാൻ ഓനോട് ചോദിച്ച ഓനോട് പുളിങ്ങാറ്റിരിക്കും. മര്യാദ ഉത്തരം പറഞ്ഞാൽ എന്റെ പരിപാടി നടക്കൂല. ഓന് ചോദ്യം ചോദിച്ചാൽ അപ്പൊ ഇങ്ങനെ ഇരുന്ന് വിളിച്ചു വരും. അന്റെ പെരിക്കൊക്കെ ഞാൻ വരുന്നുണ്ട് കേട്ടോ. ചോദ്യം ഒന്നുകൂടി പറയും. കേൾക്കുന്നില്ല. ആക്ട് ചെയ്യാൻ നിൽക്കല്ലേ. മര്യാദ ഉത്തരം പറയാം. സൗണ്ട് കുറച്ചോ സൗണ്ട് കേൾക്കാതെ മര്യാദ ആക്ട് ചെയ്യാൻ നിൽക്കല്ലേ. ലിഖിത പറഞ്ഞ. ലിഖിത പീരിയഡ്. പീരിയഡിന്റെ ഡെഫിനിഷൻ പറ. ലിഖിത പീരിയഡിന്റെ ഡെഫിനിഷൻ പറ. The time taken by the armature for complete rotation. Complete rotation. Okay. ഇത്രേ ഉള്ളൂ പറഞ്ഞിട്ട്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ വളരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. കുറച്ച് ടഫാണ് ഏരിയ എങ്കിൽ പോലും കണ്ടന്റ് നമ്മൾ അധികം നീങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇനി പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. സമയം എത്രയായി? 10 കഴിഞ്ഞോ? 10 ആയോ? ഓക്കെ. ഒരു ചെറിയ ടോപ്പിക്കിന് എടുത്ത് നമുക്ക് നിർത്താം. കാരണം ഭയങ്കര സൗണ്ട് ഉണ്ട്. എനിക്ക് നിർത്താം. അതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് പറഞ്ഞ അവസാനിപ്പിക്കാം. അപ്പൊ ചെറിയൊരു ടോപ്പിക് എടുക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലെ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന 2 ഫ്രീക്വൻസി ഒന്നും കൂടി പറയാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ബിഹാദ എഫ്. ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്നത് എഫ് ആണ്. അതിന്റെ ഇക്വേഷൻ തന്നെ നോക്കാം. N/T ആണ്.
n എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്, t എന്ന് പറഞ്ഞ സമയമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു സെക്കൻഡിൽ ഒരു യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിളുകൾ, ഇങ്ങനത്തെ എത്ര സൈക്കിളുകൾ ഉണ്ടോ അതാണ് ഫ്രീക്വൻസി. അഥവാ നോക്കിക്കോ, ഇവിടെ നമുക്ക് 1 2 3 4 ഇത് ഒരു സെക്കൻഡിലാണ് ഈ ഒരു വേവ് പോയതെങ്കിൽ ഇതാണ് ഒരു സൈക്കിൾ. 1 2 3 4 സൈക്കിളുള്ളത്. ഇത് ഒരു സെക്കൻഡ് കൊണ്ടാണ് സഞ്ചരിച്ചതെങ്കിൽ ഈ സൈക്കിളിന്റെ ഈ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്, ഈ വേവിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 4 ഹെർട്സ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇത്രയുള്ള ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് എന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്തത് പറയാൻ പോകുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന 2 ഡിവൈസ് ഏതൊക്കെയാണ്? What are the devices working with the electromagnetic induction? Nada. പറയേ. ചെങ്ങന്മാരൊക്കെ ചോദ്യം ചോദിച്ചാൽ അതിന് സമയം വെറുതെ പോവാം. ലെന പറഞ്ഞ ലെന വർഗീസ്. Change in the magnetic flux linked with a coil and EMF induced. ഞാൻ തോൽവിയുടെ കട്ടയാണ്. ചോദ്യം എന്താ? ഉത്തരം എന്താ? ചോദിക്കുന്ന ഡിവൈസുകൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ ഡിവൈസസ്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാ ചോദിച്ചത്? പെട്ടെന്ന് പറ. AC ജനറേറ്റർ ആൻഡ് DC ജനറേറ്റർ രണ്ടെണ്ണം പഠിച്ചു. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഞാൻ തന്നെ ഉത്തരം പറയും. ഞാൻ തന്നെ ചോദിക്കും, ഞാൻ തന്നെ ഉത്തരം പറയും. അപ്പൊ കേട്ടോ, മൂന്നാമത്തെ ഡിവൈസ് കൂടി ഉണ്ട്. 2 ഡിവൈസ് അല്ല, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന 2 ഡിവൈസ് അല്ല, മൂന്നാമത്തെ ഡിവൈസ് കൂടി ഉണ്ട്. നിങ്ങൾ പേജ് ഇങ്ങനെ മുന്നിക്ക് മറിക്കുക. ഒരു 60ാമത്തെ പേജ് ഒക്കെ എടുക്കും. 60ാമത്തെ പേജ് മുന്നിക്ക് ബാക്കല്ല, മുന്നിക്ക് 60ാമത്തെ പേജ് എടുക്കും. അവിടെ കണ്ടോ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ സാധനം കണ്ടോ? 60 59 നോക്കിക്കോളൂ. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന പേജ് ഉണ്ടോ? അതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ആ ടോപ്പിക്ക് ഈ DC ജനറേറ്റർ കഴിഞ്ഞ ഉടനെ കൊടുക്കേണ്ട ടോപ്പിക്കാണ് ശരിക്കും ടെക്സ്റ്റ് ബുക്കില്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് നമ്മൾ മാറ്റിട്ട് പറയാണ്. പക്ഷെ ട്രാൻസ്ഫോമർ ഒക്കെ വരുന്നുണ്ട്, അതൊന്നും പേടിക്കണ്ട. ട്രാൻസ്ഫോമർ ഒക്കെ സ്പെഷ്യൽ ഫുൾ ഡേ എടുത്ത് പറയേണ്ട സാധനമാണ്. ട്രാൻസ്ഫോമറും മ്യൂച്വൽ ഇൻഡക്ഷനും ഒക്കെ ഒരു ഫുൾ ഡേ എടുത്ത് അതിന്റെ പ്രോഗ്രാം പാർട്ടൊക്കെ ചെയ്യേണ്ടതാണ്. അത് നമ്മൾ സാവധാനം പറയും. ഇപ്പൊ നമ്മള് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ഡിവൈസ് പഠിച്ചോളൂ. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. എന്താ പറയാ? മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. സാധനം കണ്ടിട്ടുണ്ടോ? ആ സാധനം കണ്ടിട്ടുണ്ടോ? വിശ്രുത മൂവിംഗ് കോയിൽ മൈക്രോഫോൺ വെച്ച് കണ്ടിട്ടുണ്ടോ? വിശ്രുത ഇല്ല. പിതാസി കണ്ടിട്ടുണ്ടോ? ഇതോ ഇല്ല. ആദിലോ? ആദിലുണ്ടോ? ആദിലെ തലാട്ടിയാ മതി. ഇടുങ്ങിണ്ട് ഇല്ല. ജോണോ? ജോൺ പള്ളിക്കുന്നേൽ. പേരെ കേട്ട മോഹൻലാലിന്റെ സിനിമയുടെ പേര് പോലെ പറയേ. പുലിക്കാട്ടിൽ ചാർലി എന്നൊക്കെ പറഞ്ഞ ജോൺ പള്ളിക്കുന്നേൽ. പറ, ഇത് കണ്ടിക്കണോ? ഇല്ല. പിന്നാരാ പറയാൻ കണ്ടിക്കണോ? പറയാനാ കേട്ടോളി. ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞ സാധനം അറിയോ? നമ്മളെ മൈക്കില്ലേ, പാട്ട് പാടുന്ന മൈക്ക്, കാലാൽ പാടുന്ന മൈക്കില്ലേ, പ്രസംഗിക്കുന്ന മൈക്കില്ലേ, ആ മൈക്ക് തന്നെയാണ് എന്ത് ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയണേ. സാധാരണ മൈക്കിനെ നമ്മളൊന്ന് ചുരുക്കിൽ വിളിക്കുന്നതാണ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറയണേ. വേറെ ഒന്നും അല്ല കേട്ടോ. ചിലപ്പോ എല്ലാവരും കണ്ട സാധനമാണ്. ഇനി അടുത്ത ചോദ്യം, ആൽബിനെ മൈക്കിന്റെ പണി എന്താടാ? സാധാരണ നമുക്ക് പാട്ട് പാടുന്ന മൈക്കില്ല, ആ മൈക്കിന്റെ പണി എന്താ മൈക്ക് ചെയ്യുന്ന പരിപാടി? സൗണ്ട്
അറിയാൻ പറയും. അത് എന്താ ആഷിക പറ, എന്താ മൈക്കിന്റെ പണി? സൗണ്ടിന്റെ ലൗഡ്നെസ് കൂട്ടുക. ദിയ പറഞ്ഞ ദിയ. സൗണ്ട് കൂട്ടുക അല്ലേ? അല്ലേ? എന്നാ കേട്ടോളി, അതൊന്നും അല്ല മൈക്കിന്റെ പണി, പൊട്ട തെറ്റാണ്. ഇനിയെങ്കിലും മൈക്കിന്റെ ജോലി എന്താ ചോദിച്ചാൽ ഇങ്ങനെ പറയട്ടെ, സൗണ്ടിന്റെ ലൗഡ്നെസ് കൂട്ടുന്നതിൽ യാതൊരു പങ്കും, അല്ലെങ്കിൽ സൗണ്ട് ലൗഡ്നെസ് കൂട്ടുന്ന ആള് ആരല്ല, മൈക്ക് അല്ല. ശ്രദ്ധിച്ച് കേട്ടോ, ബുദ്ധിയുള്ള ആരെങ്കിലും ചെറിയ സൗണ്ട് കറന്റ് യൂസ് ചെയ്തുകൊണ്ട് കൂട്ടുക അല്ല, തെറ്റാണ്. കേട്ടോ, ഞാൻ ഉത്തരം പറയാം. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ? What is the working principle of moving coil microphone? Electromagnetic induction. Electromagnetic induction എന്ന് പറഞ്ഞാൽ എന്താ സാധനം? സൗണ്ടിന്റെ ഉച്ചത കൂട്ടാൻ സാധനം, കറണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലെ? കറണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ് അല്ലെ? ആണോ അല്ലേ? ആണ്. അപ്പൊ അതിന്റെ പണി കറണ്ട് ഉണ്ടാക്കലാവൂലേ? മൈക്കിന്റെ പണി കറണ്ട് ഉണ്ടാക്കലാണ്, വേറെ ഒരു പണി എടുക്കുന്നില്ല. മൈക്ക് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് യെസ്, സൗണ്ട് എനർജിയെ, ഞാൻ പറയുന്ന സൗണ്ടിനെ, എന്റെ ശബ്ദത്തിനെ കറണ്ട് ആക്കി മാറ്റും. കറണ്ട് ആക്കി മാറ്റും. ആ കറണ്ട് നേരെ കൊണ്ടിട്ട് വയറിങ്ങനെ പോണാണ് മൈക്കുമെന്ന് അല്ല. എന്നിട്ട് കറുത്തൊരു പെട്ടി ഉണ്ടാവും. കറുത്ത പെട്ടി കുറെ നോബും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, തിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതിന് പറഞ്ഞ പേരില് ആംപ്ലിഫയർ എന്ന് പറയും. എന്താ പറയാ? ആംപ്ലിഫയർ. ആ ആംപ്ലിഫയർ ആണ് എന്ത് ചെയ്യുന്നത്? സൗണ്ടിന്റെ ലൗഡ്നെസ് കൂട്ടുന്നത്, അല്ലെങ്കിൽ കറന്റിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നത്. അല്ലാതെ ആര് അല്ല ദിയ, ആര് അല്ല, മൈക്ക് അല്ല. മൈക്ക് ചെയ്യുന്ന പണി എന്ന് പറഞ്ഞിട്ടുള്ളൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലേ? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഉണ്ടാക്കുന്ന പ്രോസസ് അല്ലേ? മൈക്കും എന്തിനെ ചെയ്യുന്നത്? കറണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഒരു ഇൻപുട്ട് വേണ്ടേ? കറണ്ട് ഉണ്ടാക്കണമെങ്കിൽ ഒരു എനർജി വേണ്ടേ? പുറത്തൊരു എനർജി വേണ്ടേ? ആ എനർജി പറഞ്ഞാൽ നമ്മുടെ സൗണ്ടിനെ, മൈക്ക് നമ്മൾ പറയുന്ന വാക്കുകളെയും മറ്റതിന്റെ ആ എനർജിയെ നമുക്ക് നേരെ ഉണ്ടാക്കി മാറ്റും, കറണ്ട് ആക്കി, ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന പണിയാണ് ആര് ചെയ്യുന്നത്? മൈക്ക് ചെയ്യുന്നത്. ഇനി കേട്ടോ, അങ്ങനെ കൺവേർട്ട് ചെയ്ത കറണ്ടിനെ നേരെ എവിടേക്കും നേരെ എവിടെ കൊണ്ടുപോകും? എന്താ ആംപ്ലിഫയറിലേക്ക് കൊണ്ടുപോകും. ആംപ്ലിഫയറിലേക്ക് കൊണ്ടുപോകുന്ന ആംപ്ലിഫയർ ചെയ്യുന്ന പരിപാടി എന്താ? ഇങ്ങനെയാണ് അതിന്റെ ഉള്ളിൽ ചെല്ലുന്ന ഇങ്ങനത്തെ സിഗ്നലില്ല. ഇതാണ് ആംപ്ലിഫയറിലേക്ക് ഇങ്ങനെ പോവാ. അതാണ് ആംപ്ലിഫയർ വെച്ചോ. അതിന് പുറത്തേക്ക് എങ്ങനെയാണെന്ന് അറിയോ? ആംപ്ലിഫയറിന് പുറത്തേക്ക് ഇലക്ട്രിസിറ്റി ഇങ്ങനെയൊക്കെയാണ്. അഥവാ ഇങ്ങനത്തെ ഈ സിഗ്നലിനെ ഇങ്ങനെ സിഗ്നലാക്കി മാറ്റും, അതിന്റെ സ്ട്രെങ്ത് കൂട്ടും. അപ്പൊ ഉച്ചത കൂട്ടുന്ന, ലൗഡ്നെസ് കൂട്ടുന്ന ആളാ? ആംപ്ലിഫയർ ആണ്. മനസ്സിലായോ? ആംപ്ലിഫയർ ആണ്, അല്ലാതെ മൈക്ക് അല്ല. ഈ കറണ്ട് എന്ത് ചെയ്യും? നേരെ ബോക്സ് കൊടുക്കും. എന്താ ബോക്സിന്റെ പരിപാടി? സ്പീക്കർ കൊടുക്കും. എന്താ സ്പീക്കറിന്റെ പരിപാടി? സ്പീക്കർ എന്തിനാ? ആംപ്ലിഫയറിൽ നിന്ന് സ്പീക്കറിലേക്ക് എത്തുന്നത് കറണ്ട് അല്ലേ? അല്ലേ? നമ്മൾ മൈക്ക് ഉപയോഗിച്ച് കറണ്ടാക്കി മാറ്റിയ കറണ്ട് ആംപ്ലിഫയർ സ്ട്രെങ്ത് കൂട്ടിയാൽ സ്പീക്കർക്ക് കറണ്ടാ കൊടുക്കുന്നത്. കറണ്ട് പുറത്ത് നമുക്ക് കേൾക്കാൻ പറ്റുമോ? കറണ്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ തിരിച്ചെന്തിനാക്കണം? ഈ ഇലക്ട്രിക്കൽ എനർജിയെ നേരിട്ട് സൗണ്ട് എനർജിക്ക് മാറ്റണ്ടേ? സൗണ്ടല്ലേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ആ സൗണ്ട് ആക്കി മാറ്റുന്ന ആളാണ് ആര്? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആക്കുന്ന ആളാണ് ആര്? സ്പീക്കർ. അല്ലാതെ സ്പീക്കറിനും ഈ പറയപ്പെട്ട മൈക്കിനൊന്നും ഇങ്ങനെ സൗണ്ടിന്റെ ലൗഡ്നെസ് കൂട്ടുന്നതിൽ പങ്കില്ല. അതിന്റെ യഥാർത്ഥ വർക്കിംഗ് ഇതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ആസിമേ? ക്ലിയർ ആണോ? മൈക്കിന്റെ പണി എന്താ? മൈക്കിന്റെ പണി എന്താ? എന്താ? സൗണ്ടിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു അല്ലേ? അല്ലേ? ആ ഇലക്ട്രിക്കൽ എനർജിയുടെ സ്ട്രെങ്ത് കൂട്ടുന്ന ആരാ? ആംപ്ലിഫയർ ആണ്. ആ ഇലക്ട്രിക്കൽ എനർജിയെ പിന്നെ സൗണ്ട്, നമുക്ക് കേൾക്കുന്ന സൗണ്ട് ആക്കി മാറ്റുന്ന ആരാ? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. അതിന്റെ പേര് അങ്ങനെ തന്നെയാണ്, സ്പീക്കറിന്റെ പേര് അങ്ങനെ തന്നെയാണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. കണക്ഷൻ കിട്ടിയോ? കണക്ഷൻ കിട്ടിയോ? മൈക്കിൽ പാട്ട് പാടുന്നു, മൈക്കിൽ പ്രശ്നം ചെയ്യുന്നു, കറണ്ടാക്കി മാറ്റുന്നു, കറണ്ട് ഇങ്ങനെ വയറിലൂടെ ഇങ്ങനെ പോയിട്ട് ആംപ്ലിഫയറിലേക്ക് എത്തുന്നു, ആംപ്ലിഫയറിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നു, സ്ട്രെങ്ത് കൂടി നേരെ സ്പീക്കർ കൊടുക്കുന്നു, സ്പീക്കറിനെ തിരിച്ച് കറണ്ടിനെ തിരിച്ച് സൗണ്ട് ആക്കി മാറ്റിയിട്ട് പുറത്ത് കൊടുക്കുന്നു, അത് നമ്മൾ കേൾക്കുന്നു.
റെഡി അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ പാർട്സ് പഠിക്കണ്ടേ? മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഉള്ളിൽ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കണ്ടേ? അങ്ങനെ പറയും. ആരാ പറയാ? മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എന്തൊക്കെ ഉണ്ടായിരിക്കണം? മാഗ്നറ്റ് വേണം. ഓക്കെ, കാരണം ഇലക്ട്രോമാഗ്നറ്റിക് സെക്ഷൻ ആണ് നടക്കുന്നത്. മാഗ്നറ്റ് വേണം. പിന്നെ മാഗ്നറ്റ് മാത്രം മതിയോ? ചേഞ്ച് വരുത്തണ്ടേ? മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് വരുന്ന ആരാ? കോയിൽ വേണം. സോളിനോയിഡ് വേണം. സോളിനോയിഡ് അല്ലെങ്കിൽ നമ്മൾ ആർമേച്ചർ എന്ന് പറയില്ല. ജനറേറ്റർ നമ്മൾ ആർമേച്ചറല്ല ഉപയോഗിച്ചേ. ഞാൻ തമ്മിൽ ഇരിക്കട്ടോ, ആർമേച്ചറല്ല ഉപയോഗിച്ചേ. അപ്പൊ ഇവിടെ ആർമേച്ചറിന് പകരം കൂടെ വേറെ വാക്ക് ഉപയോഗിക്കാൻ പറയാം. പിന്നെ അത് മതി. അത് രണ്ടും മതിയുടെ കാര്യം ആക്കണമെങ്കിൽ ഒരു മാഗ്നറ്റും ഒരു ആർമേച്ചർ അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ സോളിനോയിഡോ എന്തെങ്കിലും ആയിക്കോട്ടെ സാധനം മതി. എന്നാ കേട്ടോളൂ. ഇനി അതിന്റെ പാർട്സ് നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. എന്തിന്റെ പാർട്സ്? മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഉള്ളിലെ ഭാഗങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട പാർട്സും അതിന്റെ വർക്കിംഗും നമ്മൾ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. അപ്പൊ കേട്ടോളൂ. ഫസ്റ്റ് അതിന്റെ പാർട്സ് ഡയഫ്രം ആണ്. ഡയഫ്രം അതിന്റെ മുന്നിൽ ഉണ്ടാവുന്നത് തിൻ ലെയർ ആണ്. മൈക്കിന്റെ മുന്നിൽ ഉണ്ടാവുന്നത് തിൻ ലെയർ ആണ്. ടെക്സ്റ്റ് ചിത്രം എങ്ങനെയല്ല കേട്ടോ. ടെക്സ്റ്റ് ചിത്രം എങ്ങനെയല്ല. അത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കോളൂ. ഞാൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഈ രീതിയിലാണ് പറഞ്ഞത്. നോക്കിക്കോളൂ. ഡയഫ്രം. ആ ഡയഫ്രവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ സോളിനോയിഡ് എന്ന് പറയുന്ന സാധനം. ഇവിടെ ഇതിനെ വിളിക്കുന്ന പേരാണ് വോയിസ് കോയിൽ എന്നാണ് വിളിക്കുക കേട്ടോ. നമ്മൾ ജനറേറ്ററിൽ ആർമേച്ചർ എന്ന് പറയില്ലേ? ജനറേറ്ററിൽ ആർമേച്ചർ എന്ന് പറയില്ലേ? ജനറേറ്ററിൽ ആർമേച്ചറിന് പകരം ഈ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നത് വോയിസ് കോയിലാണ്. രണ്ടും എന്തൊക്കെയാണ്? സോളിനോയിഡിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നെയോ നിങ്ങൾ മാഗ്നറ്റ് ആണ്. ഈ മാഗ്നറ്റ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അഥവാ മാഗ്നറ്റിന്റെ മുകളിൽ കൂടെയാണ് എന്ത് ചുറ്റിക്കുന്നത്? ഈ വോയിസ് കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ചിരുന്നത്. ഇതൊരു പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ആണ്. പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇത് ഡയഫ്രം. ഇനി നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഇത് ശ്രദ്ധിക്കാം. ഈ സംഭവം കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങൾ എന്റെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. ഈ വർക്കിംഗ് ആണ്. ഞാൻ സംസാരിക്കുന്നു. ശബ്ദം നേരെ എവിടെ വന്ന് തട്ടുന്നു? സൗണ്ട് ആണ് കേട്ടോ. സൗണ്ട് നേരെ ഡയഫ്രത്തിൽ വന്ന് തട്ടുന്നു. നമുക്കറിയാം സൗണ്ട് എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ ആണ് അല്ലെ? എങ്ങനെ സൗണ്ട് ഉണ്ടാക്കുക? എട്ടാം ക്ലാസ് പഠിച്ചാണ്. എങ്ങനെ സൗണ്ട് ഉണ്ടാവുക? വൈബ്രേഷൻ ആണ്. ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാവുക അല്ലെ? ഇപ്പോ എന്റെ സൗണ്ട്, ഞാൻ പറയുന്ന സൗണ്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ഉണ്ട് വോക്കൽ കോഡ് ഉണ്ട് അല്ലെ? വോക്കൽ കോഡിന്റെ വൈബ്രേഷൻ കൊണ്ടാണ് സൗണ്ട് ഉണ്ടാവുക. നിങ്ങൾ സംസാരിക്കുമ്പോ ജസ്റ്റ് നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കി. ഇപ്പൊ പിടിച്ച കാര്യമില്ല, ഇപ്പൊ വൈബ്രേഷൻ കാണില്ല. ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോ കാണാം അവിടെ നമുക്കൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യും. കാരണം അവിടെ സാധനം കടന്ന് ഇങ്ങനെ അളകുന്നുണ്ട്. ആ ഒരു വൈബ്രേഷൻ കൊണ്ടാണ് ഈ സൗണ്ട്, ഞാൻ സംസാരിക്കുന്ന ഈ സൗണ്ട് പുറത്തു വരുന്നത്. അപ്പൊ സൗണ്ട് ഉണ്ടാവുന്നത് ഒബ്ജക്റ്റിന്റെ വൈബ്രേഷൻ കൊണ്ടാണ്. ചെണ്ട കൊട്ടുമ്പോ അറിയാലോ, ചെണ്ട കൊട്ടുമ്പോ അതിന്റെ മുകളിൽ തൊലിയിലെ തുകൽ ആ ലെതർ ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യുന്നുണ്ടാവും. അപ്പോഴാണ് സൗണ്ട് പുറത്തു വരുന്നത്. അപ്പൊ സൗണ്ട് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? വൈബ്രേഷൻ കൊണ്ടാണ് അല്ലേ? അപ്പൊ ആ വൈബ്രേഷൻ ആണ് വരുന്നത്. എവിടെ വരുന്നത്? എരുമ വന്ന് തട്ടി, ഈ ഡയഫ്രത്തിൽ വന്ന് തട്ടി. സൗണ്ട് വന്ന് ഡയഫ്രത്തിൽ വന്ന് തട്ടി. അപ്പൊ ഡയഫ്രം ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യൂലേ? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യൂലേ? സൗണ്ട് വന്ന് തട്ടുമ്പോ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ആ ഡയഫ്രവുമായിട്ടാണ് ആരെ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? ഈ വോയിസ് കോയിൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോ ആരും വൈബ്രേറ്റ് ചെയ്യും? വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യൂലേ? വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ മൂവ് ചെയ്യും. റെഡി? അങ്ങനെ മൂവ് ചെയ്യുമ്പോ എവിടെയാണ് ഈ വോയിസ് കോയിൽ വെച്ചിട്ടുള്ളത്? ഒരു മാഗ്നറ്റിന്റെ മുകളിലാണ്. മാഗ്നറ്റിന് അറൗണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ഏതൊരു മാഗ്നറ്റിന് അറൗണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല? പെർമനന്റ് മാഗ്നറ്റിന്റെ മുകളിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഈ വോയിസ് കോയിൽ കട്ട് ചെയ്യൂലേ? ഈ മൂവ്മെന്റിൽ ഈ വോയിസ് കോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡിന് ചുറ്റുമുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും.
ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു ഈ വോയിസ് കോയിൽ കണ്ടിന്യൂസ് ആയി കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ഈ വോയിസ് കോയിലേക്ക് ഒരു EMF കിട്ടും, കറണ്ട് കിട്ടും, EMF കിട്ടും. ആ കറണ്ട് നേരെ പോവാ ഈ പോണത് എവിടെ പോവാ ഈ കറണ്ട് എവിടെ പോവാ ആംപ്ലിഫയർ നേരെ ആംപ്ലിഫയറിലേക്ക് പോകും. ആ ആംപ്ലിഫയർ ചെയ്യും സ്ട്രെങ്ത് കൂട്ടിയാൽ നേരെ സ്പീക്കർ പോകും. ഇതാണ് എന്തിന്റെ വർക്കിംഗ് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ വർക്കിംഗ്. ശ്രദ്ധിച്ച് കേട്ടൊരു ടെക്സ്റ്റ് ബുക്കിൽ മുകൾ ഭാഗത്ത് മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ഒരു കോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. കോളം അതിന്റെ വർക്കിംഗ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂവിംഗ് കോയിൽ മൈക്രോഫോൺ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ അപ്പുറത്തെ മുകളിൽ കോളം കൊടുത്തിട്ടുണ്ടാവും, അതിന്റെ വർക്കിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇവിടെ നോക്കിക്കോളൂ. ഫസ്റ്റ് സൗണ്ട് വന്നു, എവിടെ തട്ടി ഡയഫ്രത്തിൽ തട്ടി. ഡയഫ്രം എന്ത് ചെയ്യുന്നു ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ആരും വൈബ്രേറ്റ് ചെയ്യുന്നു വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തിന് ചേഞ്ച് വരുന്നു മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വരുന്നു. അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വന്നാൽ EMF ഇൻഡ്യൂസ് ചെയ്യൂലേ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടക്കൂലേ. അങ്ങനെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നടന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ വോയിസ് കോയിലേക്ക് ഒരു EMF കിട്ടുന്നു. ആ EMF ആ കറണ്ട് കിട്ടുന്നു, ആ കറണ്ട് നേരെ ആംപ്ലിഫയറിലേക്ക് പോകുന്നു. അപ്പൊ ഇവിടെ എന്തിനെ എന്താക്കി മാറ്റി നമ്മുടെ സൗണ്ടിനെ കറണ്ട് ആക്കി മാറ്റി. ആര് മാറ്റി മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. റെഡി അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ഓഫ് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ? അത് ഇതാണ് കേട്ടോ. ആ വയറിലില്ലാത്ത മൈക്കുള്ള സെൻസർ വെച്ചിട്ടൊക്കെ ഇല്ലേ നമ്മള് സിഗ്നൽ പോകില്ലേ, വൈഫൈ കണക്ഷൻ പോകില്ലേ, വൈഫൈ ചെയ്യൂലേ. അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ റേഡിയോ വേവ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ വെച്ചുള്ള റേഡിയോ ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ ആ റേഡിയോ ട്രാൻസ്മിഷന്റെ സിഗ്നലിൽ സ്വീകരിക്കാൻ സെറ്റപ്പ് ആ ആംപ്ലിഫയറിൽ ഉണ്ടാവും. മനസ്സിലായോ? മൈക്കിന്റെ സിഗ്നൽസ് ട്രാൻസ്മിഷൻ നടക്കും. ആ ട്രാൻസ്മിഷൻ സിഗ്നൽ എന്ത് ചെയ്യാം സെൻസ് ചെയ്യാൻ ഒരു സിസ്റ്റം എന്തുണ്ടാവും ആംപ്ലിഫയർ ഉണ്ടാവും. അതിനെന്ത് ചെയ്യും സെൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യും അതിനെ ആംപ്ലിഫൈ ചെയ്യും. വയർലെസ് ബൈക്കിൽ അങ്ങനെ നടക്കുന്നത്. നമ്മളെല്ലാ സാധാരണ എന്തുപോലെ തന്നെയാണ് ഈ വൈഫൈ സിസ്റ്റം പോലെ തന്നെയാണ് അവിടെ നടക്കുന്നത്. റേഡിയേഷൻ അല്ലെങ്കിൽ ഈ റേസ് വെച്ചിട്ടുള്ള പരിപാടിയാണ് വയർലെസ് ബൈക്കില്. ആൻസർ വരുന്നുണ്ട് സൗണ്ട് എനർജി ചേഞ്ച് ടു ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, സൗണ്ട് എനർജി ഈക്വൽ ടു പറയുന്നത് സ്ഥലം ഗിംസ് കൊടുക്കുക കേട്ടോ, ഒരു ആരോമാർക്ക് കൊടുക്കുക. സൗണ്ട് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അതുപോലെ തന്നെ ബ്ലൂടൂത്തിന്റെ പോലെ തന്നെ ബ്ലൂടൂത്തിന്റെ അതേമാതിരി ഇൻഫ്രാറെഡ് ആണ് ഉപയോഗിക്കുന്നത്. രശ്മികളാണ് ഉപയോഗിക്കുന്നത് ഈ റേഡിയോ വേവ്സ് ഒക്കെയാണ്. സ്ട്രെങ്ത് കുറഞ്ഞതാണ് ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നത്. സ്ട്രെങ്ത് കുറഞ്ഞത്, ഫ്രീക്വൻസികൾ കുറഞ്ഞത്. മറ്റേതെന്ത് ചെയ്യും വൈഫൈ കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടിയ റേഡിയോ വേവ്സ് ആണ് ഉപയോഗിക്കാം. റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ് ഈ ട്രാൻസ്മിഷൻ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സംവിധാനങ്ങൾ. വയർലെസ്സിലൊക്കെ ഉപയോഗിക്കുന്നത് റേഡിയോ വേവ്സ്. ഓക്കെ, ഇത് പറയും അതിന്റെ എനർജി ചേഞ്ച് കുറെ ആൾക്കാർ എന്ത് പറയുന്നു വയർലെസ് സ്ട്രെങ്ത് ഉള്ളതാണ്. അതാണ് വൈഫൈയിലാണ് നമ്മൾ സ്ട്രെങ്ത് റേഡിയോ വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത് ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്നത്. അതാ സ്ട്രെങ്ത് കൂടിയതും കുറഞ്ഞതും ഉണ്ടാവും, അതിനനുസരിച്ച് വ്യത്യാസം വരും. ഓക്കെ, എന്നാ കേട്ടോ, നിങ്ങൾ പറഞ്ഞ എല്ലാ ആൾക്കാരും പറഞ്ഞത് സൗണ്ട് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു എന്നാണ് അല്ലെ? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൺമുന്നിലുണ്ടെങ്കിൽ നിങ്ങൾ മൂവിംഗ് കോയിൽ മൈക്രോഫോണിന്റെ ആ കോളത്തിന്റെ ലാസ്റ്റ് ഭാഗം വായിച്ചാണ് എല്ലാവരും. ഗീത പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ഒരു മാത്രം ബുക്ക് നോക്കിയത്. വായിച്ചോ എന്തായാലും പറയണേ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എന്നാണ് പറയുന്നത് അല്ലേ? പക്ഷെ നമ്മൾ പറഞ്ഞത് എന്താ നമ്മളെ സൗണ്ടിനെയാണ് എന്താക്കി മാറ്റുന്നത് കറണ്ട് ആക്കി മാറ്റുന്നത്. സംഭവങ്ങൾ പറഞ്ഞ ഉത്തരം തെറ്റൊന്നും അല്ല, സംഭവം ശരി തന്നെയാണ്. നിങ്ങൾ പറഞ്ഞത് തെറ്റെന്ന് പറയാൻ പറ്റില്ല, കാരണം സൗണ്ടിനെ തന്നെയാണ് ഈ വരുന്ന സൗണ്ട് എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആൻസർ എഴുതിയ മാർക്ക് കിട്ടണമെങ്കിൽ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റണം. കാരണം ഇവിടെ നടക്കുന്ന പ്രോസസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് അല്ലേ? അപ്പൊ ഇവിടെ കണ്ടോ ഈ വോയിസ് കോയിന്റെ മൂവ്മെന്റ് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ അങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ലേ?
അവിടെയാണ് മെക്കാനിക്കൽ എനർജി വരുന്നത്. ആ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നത്. കാരണം നമ്മള് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. വാട്ട് ഇസ് ദ എനർജി ചേഞ്ച് ഓഫ് AC generator? What is the energy change of AC generator? പറയ് അന്തമുട്ട് ഇങ്ങനെ ഇരിക്കണ്ടോ? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. കാരണം രണ്ടിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അപ്പൊ അവിടുത്തെ എനർജി ചേഞ്ച് ഒന്ന് തന്നെയാണ്. മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് എഴുതി വെക്കണം? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി എഴുതണം. കാരണം ഇവിടെ മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാക്കണേ? മെക്കാനിക്കൽ എനർജി ഉണ്ടാവുന്നുണ്ട്. അവിടെ ജനറേറ്ററിൽ ആർമേച്ചർ കറങ്ങാണ്. അതാണ് മെക്കാനിക്കൽ എനർജി പറയുന്നത്. ഇവിടെ ഈ വോയിസ് കോയിൽ മൂവ് ചെയ്യുന്നുണ്ട്. വോയിസ് കോയിലിന്റെ മൂവ്മെന്റ് ഉണ്ട്. അതും ഒരു മെക്കാനിക്കൽ എനർജി തന്നെയാണ്. റെഡി? What are the parts of moving coil, microphone? Ashik CP പറഞ്ഞേ. ആഷികേ, what are the parts of moving coil, microphone? ആഷികേ CP പറയേ. ഉറങ്ങുന്നേ. ആഷികേ നിഹ പറഞ്ഞ. നിഹ ഡയഫ്രം പെർമനന്റ് മാഗ്നെറ്റ് വോയിസ് കോയിൽ. ശ്രദ്ധിക്കണേ, വോയിസ് കോയിൽ ആണ്. സോളിനോട് ഇത് പറയരുത്. അവിടെ പ്രത്യേക പേര് ആർമേച്ചറിന് പകരം വോയിസ് കോയിൽ. ഇവിടെ വോയിസ് കോയിൽ. കിട്ടിയോ? അപ്പൊ നമ്മൾ ഇന്ന് പഠന കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തത്. സമയത്രയും കഴിഞ്ഞോ? 3:45 കഴിഞ്ഞോ? 50. ഓക്കെ. എന്നാലേ ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നും റിപ്പീറ്റ് ചെയ്തിട്ട് എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. റെഡി? അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രേ ഉള്ളൂ. AC എങ്ങനെയാണ്? ആർമേച്ചറിൽ എങ്ങനെയാണ് AC കിട്ടുക? എപ്പോ കിട്ടും, എപ്പോ കിട്ടൂല? രണ്ട് കാര്യങ്ങള്. പെർപെൻഡിക്കുലർ ആവുമ്പോൾ കിട്ടും. ആരൊക്കെ തമ്മിൽ? മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും ആർമേച്ചറിന്റെ സൈഡുകൾ. ഓക്കെ, സൈഡുകൾ പെർപെൻഡിക്കുലർ ആവുമ്പോൾ ഫ്ലക്സ് ചേഞ്ച് വരും, EMF കിട്ടും. ആർമേച്ചറിന്റെ സൈഡുകളും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും പാരലൽ ആവുമ്പോൾ കറണ്ട് കിട്ടൂല. ഓക്കെ, അതുകൊണ്ടാണ് AC ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുന്ന കറണ്ട് നമുക്ക് ആർമേച്ചറിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുന്നത്. ആ ഭാഗം വ്യക്തമായിട്ട് ഇതിന് നന്നായിട്ട് വായിക്കുക. ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വായിച്ചിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി ഇട്ട് ഫസ്റ്റ് ഭാഗം ഒന്നും നന്നായിട്ട് കാണാം. ദെൻ രണ്ടാമത് പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്രീക്വൻസി എന്താന്ന് പറഞ്ഞു. ഫ്രീക്വൻസി എന്താ? F ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. ഫ്രീക്വൻസി is the number of cycles per second. ഒരു സെക്കൻഡ് ഉണ്ടാവുന്ന സൈക്കിളുകളുടെ എണ്ണമാണ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി. ദെൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന AC-യുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ് ആണ്. അതിന് ചോദ്യം ചോദിക്കാറുണ്ട്. സാധാരണ എങ്ങനെ ചോദിക്കാറിയോ? ഫസ്റ്റ് പെയർ റിലേഷൻ മതി, സെക്കൻഡ് പെയർ ഫിൽ ചെയ്യാന്ന് ചോദിക്കൂലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഫിസിക്സിനൊക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യന് ഒന്നാമത് പെയർ തരും, അതിന്റെ റിലേഷൻ മതി സെക്കൻഡ് പെയർ ഫിൽ ചെയ്യാൻ ക്വസ്റ്റ്യൻ വരില്ലേ? അതിലിങ്ങനെ തരും എന്താ? ഒന്നാമത് വോൾട്ടേജ് 230 വോൾട്ട് തരും. വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 230 തരും. ഫ്രീക്വൻസി ഡാഷ് എത്രയാ? 50 ഹെർട്സ് ആണ്. ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വരും. പിന്നെ പീരിയഡ് എന്താണ്? പീരിയഡ് എന്താ? ഒരു ആർമേച്ചർ ഒരു വട്ടം കറങ്ങാടിക്കുന്ന സമയം ടൈം ടേക്കൺ ബൈ ആർമേച്ചർ ഫോർ വൺ കംപ്ലീറ്റ് റൊട്ടേഷൻ. അതാണ് പീരിയഡ് എന്നുള്ളത്. ക്യാപിറ്റൽ T ആണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ പീരിയഡ് ആൻഡ് ഫ്രീക്വൻസി? F equal to 1/T അല്ലെങ്കിൽ T equal to 1/F. T equal to 1/F. Then അതിനുശേഷം നമ്മൾ പറഞ്ഞു മൂവിംഗ് കോയിൽ മൈക്രോഫോൺ അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് വർക്ക് ചെയ്യുന്ന മൂന്നാമത്തെ ഡിവൈസ് ആണ് ഇത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ. അതിന്റെ മെയിൻ പാർട്സ് ഡയഫ്രം, വോയിസ് കോയിൽ, പെർമനന്റ് മാഗ്നറ്റ്. റെഡി? എന്നിട്ട് നടക്കുന്ന പ്രോസസ് നമ്മൾ പറഞ്ഞു വ്യക്തമായിട്ട് പഠിക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക. അതിന്റെ എനർജി ചേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എനർജി ചേഞ്ച് എന്താ? മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ്. റെഡി? ആ ബുക്ക് കടച്ചു, ബുക്ക് കടച്ചേക്ക്.
നിങ്ങൾ നോക്കിക്കോളൂ, എല്ലാവരും നോക്കിക്കോളൂ. അത് ശ്രദ്ധിച്ചോളൂ. നമ്മൾ എക്സാം ഒക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ആൾക്കാരൊക്കെ എക്സാം എഴുതിയിട്ടുണ്ട്. 180 അടുത്ത് ഓരോ മൈക്കാരോ ഓഫാക്കി മൈക്കൊന്ന് ഓഫാക്കി ദിനില മൈക്ക് ഓഫാക്കടാ ദിനിൽ. ഓക്കെ. എന്താ അപ്പോ എല്ലാവരും ഏകദേശം കുട്ടികൾ നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർ എല്ലാവരും എക്സാം എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് എക്സാമിൽ വിജയിപ്പിച്ച് എക്സാം നടത്തിപ്പ് വിജയിച്ചിട്ടുണ്ട്. ഇനി മാർക്ക് വന്നാലേ അറിയുള്ളൂ യഥാർത്ഥത്തിൽ വിജയിച്ചിട്ടുണ്ടോ ഇല്ലേ. പേപ്പർ നോക്കി കഴിയുമ്പോൾ അറിയാം എത്രത്തോളം നമ്മുടെ പരീക്ഷ വിജയകരമായിരുന്നു. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോ എക്സാമിന്റെ ആൻസർ ഷീറ്റ് രക്ഷിതാക്കളുടെ കയ്യിലാണ് എന്നാണ് ഇപ്പൊ എന്റെ വിശ്വാസം. അത് എത്രത്തോളം ഉറപ്പുണ്ട് കാര്യമില്ല. ചില ആൾക്കാർക്ക് രക്ഷിതാക്കൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല പരീക്ഷ. അപ്പൊ അതൊക്കെ റെഡിയാക്കി വെച്ചോളി. ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരേണ്ട രീതിയാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. കരുവാരക്കുണ്ടിൽ ഇപ്പൊ കൊറോണ ഇങ്ങനെ അതിക്രമിച്ച് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. മിഞ്ഞാന്ന് 17 മുമ്പ് 32 അങ്ങനെ കൂടി വരികയാണ്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാവരും കൂടി ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ആകെ കൊള്ളാവും. ഇവിടെ ആകെ പ്രശ്നമാവും. 100-200 രക്ഷിതാക്കൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നം. നിങ്ങൾ വരുന്നേ വേണ്ട കേട്ടോ, കുട്ടികൾ വരുന്നേ വേണ്ട, രക്ഷിതാക്കൾക്ക് കൊടുത്തേക്കാം. അപ്പോ ഓരോ വിഭാഗത്തിനും ഓരോ ദിവസമാണ്. 4 ദിവസമായിട്ടാണ് ടോട്ടൽ കൊണ്ടുവന്ന് തരേണ്ടത്. ഒന്നാമത്തെ ദിവസം മലയാളം മീഡിയം ബോയ്സ് ആണ്. മലയാളം മീഡിയം ബോയ്സ് മാത്രം നാളെ മുതലാണ് ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റ് കൊണ്ടുവന്ന് തരേണ്ടത്. പിറ്റേ ദിവസം മലയാളം മീഡിയം ഗേൾസ് ആണ്. നിങ്ങൾക്ക് ഞായറാഴ്ച ഇംഗ്ലീഷ് മീഡിയം ബോയ്സ്, അത് നിങ്ങൾക്ക് ഞായറാഴ്ച വരുള്ളൂ, അന്ന് കൊടുന്നാൽ മതി. അതുവരെ ഞങ്ങൾ കയ്യിൽ വെക്കുക. തിങ്കളാഴ്ചയാണ് ഇംഗ്ലീഷ് മീഡിയം ഗേൾസ് കൊണ്ടുവന്ന് തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുണ്ടോ? അല്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇവിടെ റോഡ് സൈഡ് ആണ്, വണ്ടികൾ അധികം നിർത്തി കഴിഞ്ഞാൽ പോലീസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കുറിച്ച് കൊണ്ടുപോകും. പിന്നെ ക്ലാസ് കാര്യങ്ങളൊന്നും നടക്കൂല. പിന്നെ എന്തൊക്കെ ജാമ്യത്തിൽക്കാരനൊക്കെ വരേണ്ടി വരും. പിന്നെ ഫൈൻ അടക്കേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, അത് എല്ലാവരും കുറച്ച് ആൾക്കാർ. പിന്നെ ഒരു കാര്യം നോക്കിയാൽ 8 മണി മുതൽ 4 മണി വരെ ആളുണ്ടാവും. 8 മണി മുതൽ 4 മണി വരെ. അപ്പൊ എല്ലാവരും കൂടി രാവിലെ കുറ്റമറിച്ച് പോകണ്ട. എപ്പോഴേലൊക്കെ സൗകര്യം ഉണ്ടാകുമ്പോൾ 4 മണി വരെ സമയത്ത് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് പതുക്കെ വന്നാൽ മതി. കൂട്ടം കൂടണ്ടാന്ന് കരുതിയിട്ടാണ്. ഓക്കെ. 8 മണി മുതൽ 4 മണി വരെ ഓഫീസിലാവുണ്ടാവും. എന്ത് ചെയ്യാ, ആൻസർ ഷീറ്റ് കൊടുത്തു തരിക, രക്ഷിതാക്കളോട് പറയാം. അപ്പൊ ബോയ്സിന്റെ ഡേറ്റ് എന്നാ ഞായറാഴ്ച കേട്ടോ. ഗേൾസിന് തിങ്കളാഴ്ച. മലയാളം മീഡിയം കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവന്നാൽ മതി. നിങ്ങൾ അത്രയ്ക്ക് വിശ്വാസമാണ്. വിളിച്ചോളി. അപ്പൊ പിന്നെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ആരെങ്കിലും ക്വാറന്റൈനിലോ അല്ലെങ്കിൽ കൊറോണ ബന്ധപ്പെട്ട് തൊട്ടടുത്ത വീട്ടിൽ കൊറോണ ബാധിതർ ആരെങ്കിലും ഉള്ളതോ അങ്ങനത്തെ ആൾക്കാരൊന്നും ദയവ് ചെയ്ത് ഈ പരിസരത്ത് വരരുത്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന ആൾക്കാരൊക്കെ ക്വാറന്റൈൻ പോകേണ്ടി വരും. ടീച്ചർമാരെന്തായാലും പോകേണ്ടി വരും. അതിന് പുറമെ രക്ഷിതാക്കൾ വന്ന ആൾക്കാരൊക്കെ പോകേണ്ടി വരും. പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവും. അപ്പോ ക്വാറന്റൈൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വരണ്ട. അവരെ പേപ്പർ നമ്മൾ പ്രത്യേകം VIP പരിഗണനയിൽ പേപ്പർ നോക്കും. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാ അവസാനം കൊടുത്താൽ നിങ്ങൾക്ക് പേപ്പർ നോക്കി തരും. ഓക്കെ. പിന്നെ അടുത്ത് വീട്ടില് തൊട്ടടുത്തുള്ള ആൾക്കാരെങ്കിൽ ഈ കണ്ടെയ്ൻമെന്റ് സോണിലൊക്കെ ഉള്ള ആൾക്കാരാച്ചെങ്കിലും വരണ്ട. ആരെങ്കിലും അങ്ങനത്തെ പ്രശ്നമുള്ള ആൾക്കാരുണ്ടോ? വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെ വരരുത്. വിചാരിച്ച് വരരുത്. പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. പേപ്പർ നോക്കി പിന്നീട് നോക്കി തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ആരെങ്കിലും ഒരാൾ പോരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ തൊട്ടടുത്ത് വീട്ടിൽ നാട്ടിൽ പോയിരുന്നുണ്ടെങ്കിൽ ഓരോ കയ്യിൽ കൊടുത്തേച്ചാൽ മതി. എല്ലാവരും കൂടെ വരുന്ന ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ പേപ്പർ എടുത്താൽ മതി. അപ്പൊ പേപ്പറിൽ വ്യക്തമായിട്ട് അങ്ങനെ കൊടുത്തേക്കുന്നുണ്ടെങ്കിൽ അതിൽ പേരൊക്കെ എഴുതി കറക്റ്റ് അതിന്റെ പേരും കാര്യങ്ങളൊക്കെ പേപ്പറിലൊക്കെ പിൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. നിങ്ങളത് കരുതുന്നു എല്ലാം വേറെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പേരൊക്കെ എല്ലാ പേപ്പറിലും പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാ, ആ കെട്ടാക്കിയിട്ട് കൊടുത്തേക്കാം. എന്നാലും മതി. അല്ലാതെ എല്ലാവരും വേണം ഒരു നിർബന്ധവും ഇല്ല. ക്ലിയർ ആണോ പറയുന്നത്? പിന്നെ എക്സാം എഴുതാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണൽ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഏതെങ്കിലും എക്സാം എഴുതാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് 1-2 പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ട് എക്സാം എഴുതാത്തവർ 1-2 ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത് പറയും. ഓക്കെ, അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ ആണോ? പിന്നെ വരുമ്പോ ഫീസ് കുറെ അടക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടച്ചുകൊണ്ടു. അടക്കാൻ ഇതിന് രണ്ടാമത്തെ വട്ടം വരേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഫീസൊക്കെ വീണ്ടും വരേണ്ട ആവശ്യമില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ വരുമ്പോ തന്നെ ഫീസ് കൊണ്ടുവന്നോണ്ടു. ഓക്കെ. ഇടക്കിടക്ക് ഇങ്ങനെ വരുമ്പോ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ കുറെ ആൾക്കാർ വരുമ്പോഴൊക്കെ ഫീസ് അടക്കാൻ വേണ്ടി വേറെ വരല് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അടക്കാൻ പെയിന്റിംഗിലുള്ള ആൾക്കാർ ഒന്ന് അടച്ചോണ്ടു. അല്ലെങ്കിൽ അടുത്ത മാസം ഒക്ടോബർ മാസത്തെ ഫീസ് ആണെങ്കിൽ ആ സമയത്ത് കൊണ്ടുവന്ന് തന്നോണ്ടു. ഓക്കെ അല്ലേ?
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഓക്കെയാണ് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. സമയം 8 to 4 മണി വരെ ആളുണ്ടാവും. നിങ്ങളെ ബോയ്സിന്റെ സമയം ദിവസം ഞായറാഴ്ചയാണ്, ഗേൾസിന് തിങ്കളാഴ്ചയാണ്. ഇനി തിങ്കളാഴ്ച നാളെ വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ മുമ്പ് വരിക, തിങ്കളാഴ്ചയുടെ ശേഷം വരരുത്. കാരണം ആ തിങ്കളാഴ്ചയോടുകൂടി നമ്മൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പാക്ക് ആക്കിങ്ങാണ്ട് നമ്മൾ ടീച്ചേഴ്സിന് കൊടുക്കും. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ മുന്നേ കൊടുത്തൊന്നും കുഴപ്പമില്ല. ഓക്കെ, തിങ്കളാഴ്ച കൂടി നമ്മൾ എന്ത് ചെയ്യും, ഇത് മൊത്തം സെറ്റ് ആക്കിയിട്ട് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ തിങ്കളാഴ്ചക്ക് ശേഷം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ആ പേപ്പർ വേറെ നോക്കേണ്ടി വരും. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ ആണോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് പിരിയാം. ടാറ്റാ. എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളൂ, സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ.